യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ KB റിഷാദ് മണ്ണടി, ഈ യോഗത്തിൻ്റെ സംഘാടകരിൽ ഒരു നേതൃസ്ഥാനം വഹിക്കുന്ന ശ്രീ രാമചന്ദ്രൻ, അദ്ദേഹമാണ് എന്നെ വിളിച്ചിവിടെ വരണമെന്ന് നിർദ്ദേശിച്ചത്. ഞാൻ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു, ഇവിടെ എത്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ സുദേശം രഘു, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തായ ശ്രീ പ്രദീപ് കുമാർ, ഇവിടെ ഈ വിശ്വകർമ്മ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരു പ്രമുഖനായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ ജോർജ് വർഗീസ്, ഇവിടെ വന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളോടും എൻ്റെ നമസ്കാരം. ഇവിടെ വന്ന് ഈ കുറച്ച് നേരം ഈ വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന സംഘാടകരോട് ഞാൻ നന്ദി പറയുന്നു. വളരെ നല്ലൊരു ഓഡിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഓഡിയൻസിനോട് ഇൻട്രാക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഒന്നുമില്ല, അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ ഒരു സംഗമത്തിൽ കൂടുന്ന എനിക്ക് വളരെ വളരെ സന്തോഷമാണ്. അത് ഒരാളായാലും രണ്ടാളായാലും മൂന്നാളായാലും നമ്പർ പ്രസക്തിയല്ല. പക്ഷേ ചിലപ്പോൾ വലിയ ഓഡിയൻസിൽ പോകുമ്പോൾ അവർക്ക് ഒരു ഔപചാരികമായി വിളിക്കുന്നു എന്നുള്ളിൽ കവിഞ്ഞ് ശരിക്കും അറിവിനുള്ളൊരു വ്യഗ്രതയില്ല. അപ്പോൾ അത് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും സംസാരിക്കുമ്പോൾ. അപ്പോൾ ഈ വളരെ നല്ലൊരു ഗ്രൂപ്പായിരുന്നു. ഞാൻ പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ എനിക്കിത് വലിയൊരു പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്, ഇത്രയും നല്ലൊരു ഗ്രൂപ്പിനോട് കുറച്ച് നേരം ഈ വളരെ സുപ്രധാനമായിട്ടുള്ള വിഷയത്തിൽ ഇൻട്രാക്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ 2 ആസ്പെക്ട്സാണ് ബേസിക്കലി ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഈ വിഷയത്തിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വളരെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ക്വസ്റ്റ്യനാണ്. അതായത് സെൻസസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രത്തിൻ്റെ, പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ല, രാഷ്ട്രത്തിൻ്റെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് സെൻസസ്. ഇപ്പോൾ സെൻസസിനെ ഒരു സ്റ്റേറ്റ് പോളിസിയുടെ ഇൻസ്ട്രുമെൻ്റായിട്ട് നമ്മൾ കണ്ടാൽ, ഉപകരണം കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് ഇന്ന് ഇവിടെ ഈ സെൻസസിനെ കുറിച്ച് നടക്കുന്ന വളരെ ഈ രാജ്യമൊട്ടാകെ നടക്കുന്ന വലിയൊരു ഡിമാൻഡും അതിനെ എന്തുകൊണ്ട് ആ ഡിമാൻഡ് വരുന്നു, എന്തുകൊണ്ട് അതിനെ എതിർക്കപ്പെടുന്നു എന്ന് നമുക്ക് കുറേ കൂടെ വ്യക്തമാകും. ഇപ്പോൾ ഈ സെൻസസ് എന്നുള്ള വാക്ക് ഈ റോമൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് തുടങ്ങിയതാണ് ആ വാക്ക്. ഇന്ന് നമ്മൾ ഇപ്പോൾ ഡിക്ഷണറി നോക്കിയാലും നമുക്ക് കാണാം. ആ സമയത്ത് ഈ റോമൻസ് സെൻസസ് നടത്തിയിരുന്നത് ആളുകളുടെ സ്വത്ത്, പ്രോപ്പർട്ടിയും എത്രയുണ്ട് എന്ന് അസസ് ചെയ്തിട്ട് ടാക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ടാക്സേഷന് വേണ്ടിയുള്ളൊരു ഉപകരണമായിരുന്നു സെൻസസ്. അത് പതുക്കെ കുറച്ചുകൂടെ വിസ്തൃതമായി മറ്റ് നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയും ഈ സെൻസസ് ഉപയോഗിക്കുന്നു റോമൻസ് തന്നെ. ഉദാഹരണത്തിന് നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ സർക്കാരിനെതിരെയുള്ള വല്ല എഴുത്തുകളോ പുസ്തകങ്ങളോ വല്ലതും ഉണ്ടോ. അപ്പോൾ സെൻസസ് എന്ന് വെച്ചാൽ അപ്രൈസൽ, നിരീക്ഷണം, ഇൻസ്പെക്ഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് അസസ് ചെയ്യുക. അതുകൊണ്ടാണ് സെൻസർ എന്നും പറയുന്നത്. സിനിമ സെൻസർ എന്ന് പറയുന്നത് ഒരു സിനിമയെ നിരീക്ഷിച്ചിട്ട് ഇതിൽ ഡിലീറ്റ് ചെയ്യാൻ വല്ല കണ്ടന്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പം സർക്കാരിൻ്റെ നയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിരീക്ഷണം, അതാണ് സെൻസസ്. അതാണ് വാക്കിൻ്റെ അർത്ഥവും. അപ്പം അത്
ഒരു ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ നേരെ വരിക, ബ്രിട്ടീഷുകാരാണ് ഇവിടെ സെൻസസ് തുടങ്ങിയത്. ആദ്യം അവിടെ ഇവിടെയൊക്കെ സെൻസസ് ചെയ്തു. 1881 മുതൽ 1941 വരെ 8 സെൻസസ് ബ്രിട്ടീഷുകാർ നടത്തി. അത് കഴിഞ്ഞ് 51 മുതൽ 21 നടന്നിരുന്നെങ്കിൽ 8ാമത്തെ സെൻസസ് ആയിരുന്നേനെ സ്വതന്ത്ര ഇന്ത്യയുടെ. അപ്പോൾ 8 സെൻസസ് അവർ നടത്തി. നമ്മൾ 8 നടത്തേണ്ട സമയം കഴിഞ്ഞു, പക്ഷെ അത് നടത്തിയിട്ടില്ല ഇതുവരെ. 8ാമത്തെ നടത്തിയിട്ടില്ല, 7 നടന്നു. അപ്പോൾ ഈ 2 സെൻസസുകളുടെയും ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇത് സർക്കാരിൻ്റെ ഒരു ലക്ഷ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സെൻസസ് നടത്തുന്നത്. നമുക്ക് ഒറിജിനലി അറിയാം. സർക്കാരിൻ്റെ ഈ രാഷ്ട്രത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവിന് വേണ്ടിയാണ് സെൻസസ് നടത്തുന്നത്. നമുക്ക് അതിനൊരു ഉപകരണം മാത്രമാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഈ ബ്രിട്ടീഷ് സെൻസസിനെയും ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ സെൻസസിനെയും ഒരേ രീതിയിലാണ് നമ്മൾ കാണപ്പെടുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ബ്രിട്ടീഷുകാരുടെ സെൻസസ് നടത്തുന്നതിൻ്റെ പുറകിൽ എന്തായിരുന്നു അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം? അത് തന്നെയാണോ സ്വതന്ത്ര ഇന്ത്യയുടെ സർക്കാരിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം? അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം? ഇതിനെ കൂടെ ഇത് ഒരു ഉപകരണം മാത്രമാണെങ്കിൽ ഈ ഇഷ്യൂവിലാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഫോക്കസ് ചെയ്താൽ ഈ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ ഇവിടെ മാത്രമല്ല പലയിടത്തും നടത്തി. എന്ന് വെച്ചാൽ സെൻസസ് ഒരു ജനങ്ങളുടെ അപ്രൈസലാണ്, ഒരു ഇൻസ്പെക്ഷനാണ്. ആ ഇൻസ്പെക്ഷൻ എന്തുകൊണ്ട് ബ്രിട്ടീഷുകാർ നടത്തി എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് അവിടെ ഇവിടെയൊക്കെ നടത്തി. നമുക്കറിയാം ഈ 1857 1857 ആദ്യത്തെ നമ്മുടെ ഒരു സ്വതന്ത്രത യുദ്ധം കഴിഞ്ഞിട്ടാണ് ഈ ബ്രിട്ടീഷ് സർക്കാർ നേരിട്ട് ഇവിടുത്തെ ഭരണം ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഡെസിനിയൽ സെൻസസ് തുടങ്ങുന്നത് 1881. അപ്പോൾ അവരുടെ ഉദ്ദേശ്യം എന്തായിരുന്നു? അവരുടെ ഉദ്ദേശ്യം ഇന്ത്യയെ ഭരിക്കണം, ഇന്ത്യയെ നിയന്ത്രിക്കണം, ഇന്ത്യയെ ഭരിക്കണം, ഇന്ത്യയെ കോളനൈസ് ചെയ്യണം, അവരുടെ ഭരണം ഉറപ്പാക്കണം ഇന്ത്യയിൽ. കോളനൈസേഷൻ, അതാണ് അവരുടെ ഒബ്ജക്റ്റീവ്. അതിനു വേണ്ടിയാണ് അവർ സെൻസസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? സെൻസസിലൂടെ ഈ വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു ഭൂഖണ്ഡം, വലിയ തോതിൽ വൈവിധ്യമുള്ള ഒരു ജനത, ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സംസ്കാരം മാറുന്നു, ഭാഷ മാറുന്നു, മതം മാറുന്നു, എല്ലാ വിധത്തിലുള്ള വൈവിധ്യം ഉള്ളൊരു ഒരു ഭൂഖണ്ഡം, അവർക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഭാഷകൾ, സങ്കല്പങ്ങൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ. അപ്പം ഇതൊക്കെ അവർ ഇവിടെ ഉള്ള ആൾക്കാരുമായിട്ട് സംവദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു ആദ്യമൊക്കെ. പക്ഷെ പിന്നെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് തലയിൽ വന്നപ്പോൾ അവർ തീരുമാനിച്ചു ഈ ജനതയെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് മാപ്പ് ചെയ്യണം, വളരെ പ്രിസൈസായിട്ട് മാപ്പ് ചെയ്യണം. ഇവിടെ ആരാണ് ഉള്ളത്, ആരെയാണ് നമ്മൾ ഭരിക്കാൻ ശ്രമിക്കുന്നത്, അവരുടെ സോഷ്യൽ ഓർഗനൈസേഷൻ എന്താണ്. ഒരു ആന്ത്രോപോളജിക്കൽ പെർസ്പെക്റ്റീവിൽ അവരെ പഠിക്കണം. സോഷ്യൽ ആൻഡ് ആന്ത്രോപോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ആരെ മനസ്സിലാക്കണം, എന്നാലേ അവരെ ഭരിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവരുടെ സമുദായങ്ങൾ ഏതാണ്, മതങ്ങൾ ഏതാണ്, ഗ്രൂപ്പ്സ് ഏതാണ്, ഭാഷകൾ എന്താണ്, എല്ലാ വിധത്തിലും അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അവരുടെ രാഷ്ട്രീയ സ്ഥിതി എന്താണ്, അവരുടെ ഐഡിയാസ് എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കണം. അത് ബ്രിട്ടീഷുകാരുടെ ഒരു വലിയൊരു സ്ട്രെങ്ത് ആയിരുന്നു. ഈ മാപ്പ് ചെയ്യുക, എല്ലാം എഴുതുക, മാപ്പ് ചെയ്യുക അവരുടെ ഒരു കോളനൈസിങ് സ്ട്രാറ്റജിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. അപ്പം ജനങ്ങളെ അപ്രൈസ് ചെയ്യുക, ജനങ്ങളെ മാപ്പ് ചെയ്ത് അവരെ മനസ്സിലാക്കി അവിടെ നിന്നാണ് ഈ ഡിവൈഡ് ആൻഡ് റൂൾ സ്ട്രാറ്റജിയൊക്കെ ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. എന്നുവെച്ചാൽ അവർക്ക് ഈ ജനങ്ങളെ മാപ്പ് ചെയ്ത് അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം മനസ്സിലാക്കി അതിനെല്ലാം ഉപയോഗിച്ച് നമ്മൾ ഭരിക്കുക. അപ്പം നമ്മളെക്കുറിച്ച് മാക്സിമം ഇൻഫർമേഷൻ, വിവരം ശേഖരിക്കുക, അവർക്ക് ബ്രിട്ടീഷ് ഭരണം ഇവിടെ നിലനിർത്താൻ വേണ്ടി. അതായിരുന്നു അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു?
ഈ സെൻസസിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി. ഓരോ സെൻസസും കൂടുതൽ കൂടുതൽ വിസ്തൃതമായി എല്ലാ മതങ്ങൾ, എല്ലാ സമുദായങ്ങൾ, എല്ലാ സംസ്കാരങ്ങൾ, ഭാഷ എല്ലാം ഉൾപ്പെടുത്തി അവർ. എന്നുവെച്ചാൽ എല്ലാവരെ കുറിച്ച് അവർക്ക് വിവരം വേണം, അവർക്കറിയണം ആരെയാണ് ഞങ്ങൾ ഭരിക്കുന്നത്. അതായിരുന്നു അവരുടെ ഉദ്ദേശം. 1947 ബ്രിട്ടീഷുകാർ പോകുന്നു. പോയി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ആ സമയത്ത് 3 വലിയ വൻ ശക്തികളുണ്ടായിരുന്നു. ഒന്ന് ബ്രിട്ടീഷുകാർ തന്നെ ഒരു വൻ ശക്തിയായിരുന്നു. രണ്ടാമത് ബ്രിട്ടീഷുകാരുടെ തൊട്ടു മുമ്പ് ഭരിച്ചിരുന്ന മുസ്ലിം സാമ്രാജ്യം നയിച്ച ഒരു വലിയൊരു ശക്തമായിട്ടുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, റൂളിംഗ് കമ്മ്യൂണിറ്റി, ഫോമർ എംപറേഴ്സ് ആൻഡ് കിങ്സ്, ലാൻഡ് ലോർഡ്സ്. മൂന്നാമത് ഇവിടുത്തെ ഈ സവർണ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ഹിന്ദു ഡോമിനൻ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ഈ 3 ശക്തികളാണ് ശക്തമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഈ 3 പേരും 3 കൂട്ടരും ചരിത്രത്തിൽ മാറി മാറി ഭരിക്കുകയും യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന 3 ഫോഴ്സസ് ആയിരുന്നു. 47 ഈ 3 ഫോഴ്സസിലെ 2 ഫോഴ്സസ് പുറത്തായി. ബ്രിട്ടീഷുകാരെ പുറത്താക്കി. ഈ മുസ്ലിം എലീറ്റ് മറ്റൊരു രാജ്യമുണ്ടാക്കി ഇന്ത്യ വിട്ടുപോയി. അപ്പോൾ ബാക്കി വന്നത് ഒരൊറ്റ ഗ്രൂപ്പാണ്, ഈ ഡോമിനൻ്റ് ഹിന്ദു അപ്പർ കാസ്റ്റ്. അവർക്കാണെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് വിവരം ശേഖരിക്കുന്നതിൻ്റെ ആവശ്യമില്ല. അവർ നൂറ്റാണ്ടുകൾ മുതൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ഈ ആര്യൻ ഗ്രൂപ്പ് എല്ലായിടത്തും ഉണ്ട്. ഡോക്ടർ ജോർജ് വർഗീസ് എന്നോട് നേരത്തെ പറയായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ വില്ലേജിലും ഈ ക്ലാസ് ഉണ്ട്, അവർ ഡോമിനേറ്റ് ചെയ്യുന്നു, അവർക്ക് സകല ഇൻഫർമേഷനും ഉണ്ട്. ഇവിടെ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത് അവരാണ്, ഇവരെ സമൂഹങ്ങളെ ഉണ്ടാക്കുന്നത് അവരാണ്. ഇപ്പോൾ 1881 ട്രാവൻകോർ സെൻസസിൽ നോക്കിയാൽ അവിടെ നാഗമയ്യ എഴുതുന്നു, എല്ലാം കൂടെ ഞങ്ങളിവിടെ ഒരു ട്രാവൻകോറിൽ 377 ഓർസോ കമ്മ്യൂണിറ്റീസ് കാണുന്നു. ആ 377 കമ്മ്യൂണിറ്റീസിനെ ഞാൻ 45 ജാതികളാക്കി മാറ്റാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പരസ്പര ബന്ധം, വലിയ ബന്ധമില്ലാത്ത കുറേ സമുദായങ്ങൾ എടുത്തിട്ട് മലയാളി ശൂദ്ര എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ആസ്റ്ററിസ്ക് ഇട്ടിട്ട് മലബാറിൽ നായർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. അത് അവർ തമ്മിൽ എന്താണ് ബന്ധം എന്ന് ക്ലിയറേ അല്ല. പലരും ക്ലെയിം ചെയ്യുന്നു ഞങ്ങൾ ഇത് ഒരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ വളരെ കോൺഫ്ലിക്റ്റിംഗ് ക്ലെയിംസ് ഉണ്ടായിരുന്നു. ചിലർ ഞാൻ ബ്രാഹ്മണാണ്, മറ്റേതാണ്. പക്ഷെ അവർ 377 കമ്മ്യൂണിറ്റീസിനെ കുറച്ച് ഏകദേശം 45 കമ്മ്യൂണിറ്റീസാക്കി അവർ മാറ്റുന്നു. അപ്പോൾ ഇവർക്ക് അത് ബ്രിട്ടീഷുകാർക്ക് ചെയ്യാനൊക്കില്ല, നാഗമയ്യക്ക് ചെയ്യാനൊക്കുള്ളൂ. നാഗമയ്യ തെലുഗു ബ്രാഹ്മൺ, അയാളുടെ അച്ഛനും അമ്മയും മദ്രാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അയാളൊരു യുവാവായിട്ട് ട്രാവൻകോറിൽ വന്നു, ഇവിടെ പഠിച്ചു. ഒരു യുവാവായിട്ടാണ് ഈ സെൻസസിനെ ലീഡ് ചെയ്യുന്നത്. പിന്നെ ദിവാനാകുന്നു ട്രാവൻകോറിൻ്റെ. പക്ഷെ അവർക്കിതെല്ലാം അറിയാം, ഏത് കമ്മ്യൂണിറ്റീസ് എവിടെയുണ്ട്, അവരെങ്ങനെ ഒരു പരസ്പരം എന്താണ് അവരുടെ ബന്ധങ്ങൾ, അവരെങ്ങനെ ഒരു 45 കമ്മ്യൂണിറ്റീസാക്കി മാറ്റാം, അവർക്കെല്ലാം അറിയാം. അപ്പോൾ ഇവരുടെ ഈ ബ്രിട്ടീഷുകാർ ഉള്ളപ്പോൾ തന്നെ ഈ നാട്ടുരാജാക്കന്മാരുടെ ഇൻ്റർവെൻഷനിലൂടെ നമ്മൾ ഒരു പുതിയ ഉദ്ദേശം കണ്ടെത്തുന്നു. സെൻസസിൻ്റെ പുറകിൽ ഒരു പുതിയ ഉദ്ദേശം കണ്ടെത്തുന്നു. അതെന്താണ്? ഇവിടുത്തെ സൊസൈറ്റിയുടെ കോമ്പസിഷനെ മാറ്റണം, ഇവിടുത്തെ സോഷ്യൽ ഐഡൻറ്റിറ്റിയെ മാറ്റണം. എന്ന് വെച്ചാൽ ഈ സോഷ്യൽ ഐഡൻറ്റിറ്റി അവർക്ക് നിയന്ത്രിക്കാൻ ഒക്കുന്നില്ല. നമുക്ക് വൈവിധ്യമുണ്ട്, നമുക്ക് വളരെ സ്വതന്ത്രമായി വൈവിധ്യമായി, ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവർ പറയുന്നു നമുക്ക് ഇവരെ കൺസോളിഡേറ്റ് ചെയ്ത് ഇവരുടെ സ്വത്വത്തിനെ ഇല്ലാതാക്കി പുതിയ സ്വത്വങ്ങൾ ഉണ്ടാക്കി, ആ സ്വത്വങ്ങളുടെ ഉള്ളിൽ ഈ ഡിവൈഡ് ആൻഡ് റൂൾ ആക്ച്വലി ഉണ്ടാക്കിയത് ഇവരാണ്. ഇവരും ബ്രിട്ടീഷുകാരും ഒരുപോലെയാണ്. പുതിയ സ്വത്വങ്ങൾ ഉണ്ടാക്കി അവരുടെ ഒറിജിനൽ സ്വത്വങ്ങളെ ഇല്ലാതാക്കണം എന്ന് ഇവിടുത്തെ ഈ ഡോമിനൻ്റ് ഹിന്ദു കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ ഒരു പുതിയ ഉദ്ദേശം, പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്, അത് നമ്മൾ അവർ നടത്തിയ നാട്ടുരാജാക്കന്മാർ നടത്തിയ സെൻസസിൽ മുതൽ നമ്മളത് കാണാൻ ഒക്കുന്നു. അവരങ്ങനെ ബ്രിട്ടീഷുകാരെ അഡ്വൈസ് ചെയ്യുന്നു. ഇപ്പോഴും പറയുന്നു, ഇത്രയും
ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. പക്ഷേ 2011 സെൻസസിൽ ശ്രീ ജയറാം രമേശ് അയ്യങ്കാർ അദ്ദേഹം കംപ്ലയിൻറ്റ് ചെയ്യാണ്, ഇത്രയും 40 ലക്ഷം 45 ലക്ഷം ജാതികളുണ്ട്, അതെന്തോ പ്രശ്നമാണോ ആണെന്നുള്ള നിലയ്ക്കാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആരെ ശല്യപ്പെടുത്തുന്നത്? 45 ലക്ഷം ആൾക്കാർ ഓരോ സമുദായങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അതെന്തോ പ്രശ്നമാണ്, ഒരു പരിഹരിക്കപ്പെടേണ്ട മാറ്റേണ്ട ഇവരെല്ലാം കൂടെ ഓർഗനൈസ് ചെയ്ത് നമ്മളൊരു പുതിയ സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കണം, ഒരു പുതിയ സൊസൈറ്റി ഉണ്ടാക്കണം നമ്മുടെ സങ്കല്പത്തിൽ എന്നുള്ളൊരു പുതിയ ഉദ്ദേശം അവിടെ ഉടലെടുക്കുന്നു. ബ്രിട്ടീഷുകാർ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് 21-31 സെൻസസിൽ തന്നെ അവർ എഴുതുന്നു, ഇനിയിപ്പോൾ എല്ലാവരെയും ഒന്നും എണ്ണേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവരുടെ പ്രോബ്ലം അഡ്മിനിസ്ട്രേറ്റീവായി മാറുന്നു, എല്ലാവരെയും എണ്ണണമെങ്കിൽ വലിയ പ്രശ്നമാകും. അപ്പോൾ 31 മുതൽ ഒരു ഫറ്റീഗ്, ഒരു ക്ഷീണം നമുക്ക് വായിക്കാൻ നോക്കുന്നു. ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇത് നടത്താൻ. അപ്പോൾ നമുക്ക് കുറച്ച് കുറയ്ക്കണം എന്ന് പറയുന്നു. 41 രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ നടുവിലാണ്. അപ്പോൾ അവർ ഈ സോഷ്യൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന പക്ഷേ പബ്ലിഷ് ചെയ്യുന്നില്ല, അത് വളരെ ലിമിറ്റഡ് ആയിട്ട് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് 1931 ലാസ്റ്റായിട്ട് നമുക്ക് ഈ സമുദായങ്ങളുടെ ഡീറ്റെയിൽ സെൻസസ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ ഈ സ്വാതന്ത്ര്യം കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് മറ്റ് മഹാശക്തികൾ ഇവിടുന്ന് പോകുന്നു. ഒരു വലിയൊരു ശക്തി മാത്രമേ ബാക്കിയുള്ളൂ, ഹിന്ദു അപ്പർ കാസ്റ്റ്. അവർ ഈ നേരത്തെ തുടങ്ങിയ ഉദ്ദേശം ഇപ്പോൾ അവരുടെ ഈ രാഷ്ട്രത്തിൻ്റെ ഈ സർക്കാരിൻ്റെ പോളിസിയാക്കി മാറ്റുന്നു. ഒരു പുതിയ ഐഡൻറ്റിറ്റിയെ നമുക്കുണ്ടാക്കണം, ഒരു പുതിയ സൊസൈറ്റിയെ നമുക്കുണ്ടാക്കണം. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ അക്ഷയ് മൂക്കൽ എഴുതിയ ഗീത പ്രസ് ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹിന്ദു ഇന്ത്യ എന്നുള്ളൊരു ബുക്കുണ്ട്. അതിൽ അദ്ദേഹം 20കളിൽ മുതൽ അവർ തുടങ്ങിയ ഒരു സ്ട്രാറ്റജിയാണ് ഹിന്ദി ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ 3 ഐഡിയാസ്. ഹിന്ദു എന്ന് വെച്ചാൽ റിലിജൻ, ഹിന്ദി എന്ന് വെച്ചാൽ കൾച്ചർ, ഹിന്ദുസ്ഥാൻ എന്ന് വെച്ചാൽ ഹിന്ദു രാഷ്ട്രം. ഈ 3 ഐഡിയാസിൽ കൂടെ ഒരു പുതിയ രാഷ്ട്രം ഉണ്ടാക്കണം. അത് ഈ സവർണർ ഡോമിനേറ്റ് ചെയ്യണം, ഭരിക്കണം, അതിലൂടെ ഇന്ത്യയെ ഭരിക്കണം ഒരു സ്ട്രാറ്റജി 1920കൾ മുതലേ തുടങ്ങിയിരിക്കുന്നു. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി അവർ സെൻസസിൻ്റെ, ബ്രിട്ടീഷുകാരുടെ സമയത്ത് സെൻസസിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ജനങ്ങളെക്കുറിച്ച് അറിവ് ശേഖരിക്കുക, അവരെ ഭരിക്കാൻ വേണ്ടി, ഈ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷനെ നിലനിർത്താൻ വേണ്ടി. പക്ഷേ വിവരം ശേഖരിക്കുക ഡീറ്റെയിൽഡായിട്ട്. ഈ പുതിയ സ്വതന്ത്ര ഇന്ത്യയിലുള്ള സർക്കാരിൻ്റെ ഉദ്ദേശം മറ്റൊന്നായി. ഇവിടെ ഈ സൊസൈറ്റിയെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് ഒരു ഹിന്ദു രാഷ്ട്രത്തിന് ഉണ്ടാക്കണം. ആ ഹിന്ദു രാഷ്ട്രത്തിന് ഉണ്ടാക്കണമെങ്കിൽ അത് ബാധയെ നിൽക്കുന്ന എന്താണ്? സാമുദായിക സ്വത്വമാണ്. അപ്പോഴത്തേക്ക് അവർ സമുദായങ്ങളെ ജാതി എന്നൊരു പേര് കിട്ടും. അങ്ങനെയാണ് ഇവരെ ഹിന്ദുക്കളാക്കാൻ വലിയൊരു ചേഞ്ചാണ്. മറ്റേത് ജാതി എന്ന് പറയുന്നത്, കാസ്റ്റ് എന്ന് പറയുന്ന വർണ്ണത്തിലെ ഒരു ഭാഗമായിരുന്നു. കാസ്റ്റ് ഹിന്ദു എന്ന് വെച്ചാൽ അപ്പർ കാസ്റ്റ് ഹിന്ദുവാണ്. കാസ്റ്റ് ഹിന്ദു ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പോലും പറയുന്നത് കാസ്റ്റ് ഹിന്ദു എന്ന് വെച്ചാൽ അപ്പർ കാസ്റ്റ് ഹിന്ദുവാണ്. അപ്പോൾ കാസ്റ്റ് ഇല്ലാത്ത കാസ്റ്റിൻ്റെ ഒരു കാസ്റ്റ് എന്ന് വെച്ചാൽ വർണ്ണം ജാതി. അപ്പോൾ ഔട്ട് ഓഫ് കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ജാതിയും വർണ്ണവും വരുന്നത്? കാസ്റ്റിൻ്റെ ഭാഗമല്ലേ, അവർ ഔട്ട് കാസ്റ്റ് അല്ലേ നമ്മളൊക്കെ. ഔട്ട് കാസ്റ്റ് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് കാസ്റ്റ്. കാസ്റ്റിൻ്റെ പുറത്തുള്ള ആൾക്കാർ എങ്ങനെ ജാതി ഉണ്ടാവുന്നത്? നമ്മൾ സമുദായങ്ങളല്ലേ. പക്ഷെ പതുക്കെ അവർ ഈ പുതിയൊരു ഇന്ത്യ ഉണ്ടാക്കാൻ വേണ്ടി ജാതി എന്നൊരു തൊപ്പി നമ്മുടെ തലയിൽ വെക്കുകയും അവരുടെ സമുദായ യൂണിറ്റ്സ് വർണ്ണങ്ങളാണെന്നും വർണ്ണം ജീർണിച്ച് ജാതി ആയതാണെന്നും ജാതിയെ ഇല്ലാതാക്കണം, അതായത് നിങ്ങളുടെ സ്വത്വങ്ങളെ ഇല്ലാതാക്കണം എന്നുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി. അതെന്തോ പ്രശ്നമാണ്, സാമുദായികതയാണ്. ഞാൻ വിശ്വകർമ്മനാണെന്ന് പറയുകയോ ഞാൻ ഈഴവനാണെന്നോ പറയുന്നത് എന്തോ തെറ്റാണ്. പക്ഷേ ഞാൻ ഹിന്ദു എന്ന് പറയുന്നത് നല്ലതാണ്, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ വിശ്വകർമ്മനാണ് ഈഴവനാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ നമ്മൾ ഈഴവൻ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് വെച്ച് SNDP എന്നാണ് പറയുന്നത് ആൾക്കാർ. ഒരു സംഘടനയുടെ പേരാണ്, ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ പേരല്ല. എന്ന് വെച്ചാൽ അത് പറയാൻ മടിയാണ്. പറയാ പുലയ എന്ന് പറയുന്ന പകരം SC എന്ന് പറയും. ഒരു താഴ്ന്ന കാറ്റഗറിയിലുള്ള അപ്പർ കാസ്റ്റ് ആണെങ്കിൽ ജനറൽ കാറ്റഗറി എന്ന് പറയും. പക്ഷെ ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ ആണെങ്കിൽ ഞാൻ ജനറൽ ആണെന്ന് പറയില്ല.
ഞാൻ ബ്രാഹ്മണനാണെന്നേ പറയുള്ളൂ. ഇപ്പോൾ ഇവിടെ പാലക്കാട്ട് ഗ്ലോബൽ ബ്രാഹ്മൺ മീറ്റിംഗ് നടത്തി. അത് ഗ്ലോബൽ ജനറൽ മീറ്റിംഗ് അല്ലായിരുന്നു, ഗ്ലോബൽ ഹിന്ദു മീറ്റിംഗ് അല്ലായിരുന്നു, ഗ്ലോബൽ ബ്രാഹ്മൺ മീറ്റിംഗ് ആണ്. അവിടെ ബ്രാഹ്മൺ അസോസിയേഷൻ എഴുതിയിരിക്കുന്നു, ഇവിടെ നായർ സർവീസ് സൊസൈറ്റി എന്ന് എഴുതിയിരിക്കുന്നു. ഇതൊന്നും മോശമല്ല. പക്ഷേ ഈഴവ സർവീസ് സൊസൈറ്റി, വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നവൽക്കരിക്കപ്പെട്ടു. അതിലെന്തോ പ്രശ്നമുണ്ട്. പക്ഷേ ഈ ബ്രാഹ്മൺ ഐഡൻറ്റിറ്റി, ക്ഷത്രിയ ഐഡൻറ്റിറ്റി, വൈശ്യ ഐഡൻറ്റിറ്റി, ഈ ഐഡൻറ്റിറ്റീസൊക്കെ നിലനിർത്തുന്നത് സൊസൈറ്റിക്ക് ആവശ്യമാണ്, നല്ലതാണ്, ഇത് നല്ല ഐഡൻറ്റിറ്റീസാണ്, നല്ല കൾച്ചേഴ്സാണ് എന്നുള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് അപ്പം നമ്മുടെ സ്വത്വത്തിന്, അപ്പം ഈ സെൻസസ് നടത്തുന്ന, ഈ ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയുടെ സെൻസസ് നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം സാധാരണക്കാരുടെ സ്വത്വത്തിനെ ഇല്ലാതാക്കാനാണ്. നമ്മളുടെ സ്വത്വം പോയി കഴിഞ്ഞാൽ നമ്മൾ ആരാണ്? അവർ തരുന്ന സ്വത്വം, ജാതി, ഹിന്ദു, ഇതല്ലാതെ വേറെ ഓപ്ഷൻ നമുക്കില്ല. അപ്പം നമ്മളുടെ തന്നെ നമുക്ക് കൺട്രോളും ഓണർഷിപ്പും ഉള്ളൊരു സ്വത്വം ഇല്ലാതാക്കിയാൽ നമുക്ക് സോഷ്യൽ ഗ്രൂപ്പ് ഇല്ലാതാകും. നമ്മൾ ആറ്റമൈസ്ഡ് ആയി പോകുന്നു. അതിൻ്റെ കോണ്ടന്റ് എന്താണ് എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. സുപ്രീം കോടതി പല ജഡ്ജ്മെന്റ്സിൽ എഴുതിയിട്ടുണ്ട്, ഹിന്ദു എന്ന് വെച്ചാൽ റെവറൻസ് ഫോർ ദ വേദാസ് വേണം, എന്നാലേ ഹിന്ദു ആവുള്ളൂ. ഇത് നമ്മുടെ എത്ര ഹിന്ദുക്കൾക്ക് അറിയാം? റെവറൻസ് ഫോർ ദ വേദാസ് ഇല്ലെങ്കിൽ യു ആർ നോട്ട് എ ഹിന്ദു എന്ന് എത്ര ഹിന്ദുക്കൾക്ക് അറിയാം? സുപ്രീം കോടതി അതാണ് പല ജഡ്ജ്മെന്റിലും പറയുന്നത്. റെവറൻസ് ഫോർ ദ വേദാസ് ഇല്ലെങ്കിൽ യു ആർ നോട്ട് എ ഹിന്ദു എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ സ്വത്വത്തിനെ ഇല്ലാതാക്കി പുതിയൊരു സ്വത്വം ഉണ്ടാക്കി ആ സ്വത്വത്തിൻ്റെ ഒരു കോണ്ടന്റ് കൊടുക്കുന്നു, ഒരു ബ്രാഹ്മണിക്കൽ കോണ്ടന്റ് കൊടുക്കുന്നു. ഈ നിങ്ങളുടെ സ്വത്വം നമ്മുടെ സ്വത്വം ആയിക്കഴിഞ്ഞ് മാറിക്കഴിഞ്ഞു. ആ സ്വത്വത്തിനെ നിങ്ങളുടെ സ്വത്വം ഹിന്ദു ആയതുകൊണ്ട് നിങ്ങൾക്ക് വേദങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും എന്നാണ് പറയുന്നത്. നമുക്കൊരു ചോയ്സ് ഇല്ല. പിന്നെ വേദങ്ങളെ കുറിച്ച് തന്നെ അവരാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, നമ്മളാരും വായിക്കാൻ പാടില്ല. അവരുടെ ഈ ബാക്കി റിലിജിയൻസിലൊക്കെ പ്രീസിനും വായിക്കാം, നമുക്കും വായിക്കാം. പക്ഷേ വേദങ്ങൾ അവർ മാത്രമേ വായിക്കാൻ, പഠിക്കാനും വ്യാഖ്യാനിക്കാനും പാടുള്ളൂ. അപ്പോൾ സുപ്രീം കോടതി പറയുന്നു ഹിന്ദുയിസം എന്താണ്, റിലിജൻ എന്താണ്, അതിൻ്റെ ആചാരങ്ങൾ എന്താണെന്ന് തന്ത്രിക്ക് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ ഒക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഭക്തജനങ്ങൾക്കല്ല, തന്ത്രി മാത്രമേ ഡിസൈഡ് ചെയ്യുള്ളൂ. ഞാൻ ആർഗ്യൂ ചെയ്തു ശബരിമല ശാന്തിക്കെതിരെയുള്ള കേസ്, റിസ്ട്രിക്ഷൻ, മലയാള ബ്രാഹ്മിൻസ് മാത്രമേ മേൽശാന്തിമാരാകാൻ പാടുള്ളൂ എന്നുള്ള കേസ് ഈയിടെ ജഡ്ജ്മെൻറ്റ് വന്നു. ഞാനും മറ്റ് ലോയേഴ്സും ഞാനത് വളരെ ഡീറ്റെയിൽഡായിട്ട് ആർഗ്യൂ ചെയ്തു. പക്ഷെ ആ കോടതി എന്താ പറയുന്നത്? തന്ത്രി പറയുന്നു മലയാള ബ്രാഹ്മണർ മാത്രമേ മേൽശാന്തിമാരാകാൻ പാടുള്ളൂ പാരമ്പര്യമനുസരിച്ച്. ഇവിടെ ഈ പറയുന്ന തന്ത്രി, അവിടെ ഏറ്റവും കൂടുതൽ പൂജ ചെയ്യുന്ന തന്ത്രി മലയാള ബ്രാഹ്മണല്ല, അയാൾ തെലുഗു ബ്രാഹ്മണനാണ്. പക്ഷെ അയാൾ പറയുന്നത് എന്താണ്? ഇവിടെ പൂജ നടത്താൻ മലയാള ബ്രാഹ്മണർക്ക് മാത്രമേ പറ്റുള്ളൂ. അയാൾ തന്നെ ഒരു എക്സെപ്ഷനാണ് അതിന്. അപ്പം ഇവർക്ക് മാത്രം നമുക്കൊരു സ്വത്വം തരുന്നു. ആ സ്വത്വത്തിൻ്റെ കോണ്ടന്റ് മുഴുവൻ തീരുമാനിക്കുന്നത് ഈ തന്ത്രിമാരും ഈ ബ്രാഹ്മിൻസുമാണ്. സുപ്രീം കോടതി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഹൈക്കോടതി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ വാദിച്ചത് 2 ഈഴവ ശാന്തിമാർക്ക് വേണ്ടിയാണ്. അതിൽ ഒരാൾ 15-ാം വയസ്സ്, റഫ്ലി 15-ാം വയസ്സായപ്പോഴത്തേക്ക് അയാളുടെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ അമ്മ ഭക്തയായിരുന്നു, അമ്മയും മകനും അമ്പലത്തിൽ പോവുമായിരുന്നു. 15 വയസ്സായപ്പോഴത്തേക്ക് എനിക്ക് ശാന്തിയാകണം, വലിയ ഭക്തി, ഒരുപാട് ഭക്തിയുള്ള ഒരു മനുഷ്യൻ, വളരെ ആത്മീയത ഉള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു എനിക്ക് ശാന്തിയാകണം. സംസ്കൃതം പഠിക്കുന്നു, അതിൽ BA എടുക്കുന്നു, MA എടുക്കുന്നു, തന്ത്രവിദ്യ പഠിക്കുന്നു, എല്ലാം വളരെ നന്നായിട്ട് ചെയ്യുന്നു. അമ്പലത്തിൽ ശാന്തിയാകുന്നു. 10-20 വർഷമായിട്ട് ശാന്തിയാണ്. ഇപ്പോൾ മേൽശാന്തിയാണ് ഒരു അമ്പലത്തിൽ. സയൻറ്റിഫിക്കായിട്ട് പഠിച്ച് ശാന്തിയായതാണ്, അല്ലാതെ ജന്മം കൊണ്ട് ശാന്തിയായതല്ല. ഭക്തി കൊണ്ട്
ശാന്തിയായതാണ്, ജന്മം കൊണ്ടല്ല. പക്ഷേ അയാളുടെ അമ്മ ഒരു ഈഴവ സ്ത്രീ ആയി പോയതുകൊണ്ട്, അച്ഛൻ ഒരു ഈഴവനായി പോയതുകൊണ്ട് അയാൾക്ക് ശബരിമല മേൽശാന്തി ആയി അപ്ലൈ ചെയ്യാൻ പോലും യോഗ്യതയില്ല. എന്തുകൊണ്ട്? തന്ത്രി പറയുന്നു. പക്ഷെ ഇയാൾ ഹിന്ദു ആണെങ്കിൽ ഇയാളുടെ മതമല്ലേ? ഇയാളും ഈ തന്ത്രിയെപ്പോലെ തന്ത്രിയെ അത്രയും തന്നെ അല്ലെങ്കിൽ തന്ത്രിയെക്കാളും കൂടുതൽ പഠിച്ച ഒരാളല്ലേ, അറിവുള്ള ഒരാളല്ലേ? അദ്ദേഹം കോടതി പോയി വാദിക്കാൻ ഒരു തന്ത്രി, ഞാൻ കോടതിയോട് പറഞ്ഞു, ഞാൻ ഇവിടെ വാദിക്കുന്നത് ഒരു സോഷ്യൽ റിഫോമർ അല്ല, ഒരു NGO അല്ല, ഒരു തന്ത്രിയാണ് പറയുന്നത്. ഈ ഹിന്ദു ധർമ്മത്തിൽ ബ്രാഹ്മണർക്ക് മാത്രമേ ശബരിമലയിൽ പൂജാരി ആകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണെന്ന് മറ്റൊരു ശാന്തിയാണ് പറയുന്നത്, മേൽശാന്തിയാണ് പറയുന്നത്. പക്ഷെ അതിന് യാതൊരു ഒരു പരിഗണന കൊടുക്കുന്നില്ല. അപ്പം നമുക്ക് ഈ സെൻസസ് ഉപയോഗിച്ച് നമ്മൾ ഹിന്ദുക്കളാക്കുക, ആ ഹിന്ദു എന്താണെന്നുള്ള കോണ്ടന്റ് കൺട്രോൾ ചെയ്യുക, അവരുടെ ആധിപത്യം അതിലൂടെ അടിച്ചേൽപ്പിക്കുക. അതായി സെൻസസിൻ്റെ മെയിൻ ഇൻസ്ട്രുമെൻറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്തു? നെഹ്റുവിൻ്റെ സമയം മുതൽ ഈ സമുദായങ്ങളെ സെൻസസ് നിന്ന് പുറത്താക്കി. എല്ലാ വീടുകളിലും പോകുന്നു. ഇപ്പോൾ ഒരു വിശ്വകർമ്മ വീട്ടിൽ വരുന്നു സെൻസസ് നടത്തുമ്പോൾ ഈ 7 സെൻസസ് നടന്ന 7 സെൻസസിലും നമ്മുടെയൊക്കെ വീട്ടിൽ വരും, ചോദിക്കും നിങ്ങളുടെ പേരെന്താണ്, ഇതെന്താണ്, എല്ലാ ഡീറ്റെയിൽസും ചോദിക്കും. അപ്പോൾ മതം എന്താണ്, ജാതി എന്താണെന്ന് ചോദിക്കുന്നു. വെച്ചാൽ ജാതി ഇപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ് ആണെങ്കിൽ അത് എൻറ്റർ ചെയ്യണമല്ലോ, ചോദിക്കും. വിശ്വകർമ്മനാണെന്ന് പറയുന്നു, അത് എൻറ്റർ ചെയ്യില്ല, അത് റെക്കോർഡ് ചെയ്യില്ല. ചോദിക്കാത്തത് കൊണ്ടല്ല, അറിഞ്ഞിട്ടും റെക്കോർഡ് ചെയ്യില്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അതിനെ അംഗീകരിച്ചാൽ, റെക്കഗ്നൈസ് ചെയ്താൽ, നിങ്ങൾ വിശ്വകർമ്മ ആണെന്നുള്ള റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വത്വത്തിന്, സമുദായത്തിന് ബലം കിട്ടും. എത്ര പേരുണ്ടെന്ന് നമുക്കറിയാൻ നോക്കും, എവിടെയുണ്ടെന്ന് നമുക്കറിയാൻ നോക്കും, അതിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാൻ നോക്കും. സെൻസസിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രൈസലാണ്, ഇൻസ്പെക്ഷനാണ്. അപ്പോൾ വിശ്വകർമ്മനെ ഇൻസ്പെക്ട് ചെയ്യാൻ പാടില്ല, അപ്രൈസ് ചെയ്യാൻ പാടില്ല. അപ്രൈസ് ചെയ്താൽ വിശ്വകർമ്മൻ്റെ ബലവും പ്രശ്നങ്ങളും എന്താണെന്നൊക്കെ പുറത്തു വരില്ലേ. അതുകൊണ്ട് അപ്രൈസ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. 93 വർഷമായി ഈ കേരളത്തിൽ എത്ര വിശ്വകർമ്മരുണ്ട്, എത്ര ഈഴവരുണ്ട്, എത്ര എഴുത്തച്ഛന്മാരുണ്ട്, എത്ര ധീവരരുണ്ട് മുതലായവ എണ്ണിട്ടില്ല. 93 വർഷമായിട്ട് ഒരു കണക്കും എടുത്തിട്ടില്ല. നമുക്കാർക്കും അറിയില്ല ഇവിടെ എത്ര ഈഴവരുണ്ടെന്ന് ഈഴവർക്ക് അറിയില്ല, എത്ര വിശ്വകർമ്മരുണ്ടെന്ന് ആധികാരികമായി നമുക്ക് ആർക്കും അറിയില്ല. പിന്നെ പക്ഷെ കണക്ക് വരുന്നു, 21%, 22% ഈഴവർ എന്ന് പറയുന്നു. 22% ഈ നമ്പർ എവിടെ നിന്ന് വരുന്നു? അപ്പം നമുക്ക് ആദ്യം ഈ സെൻസസിൽ നിന്ന് പുറത്താക്കി സമുദായങ്ങളെ. അതുകൊണ്ട് സമുദായങ്ങളെക്കുറിച്ച് യാതൊരു കണക്കുമില്ല. 93 വർഷമായിട്ട് യാതൊരു കണക്കുമില്ല, യാതൊരു വിവരവുമില്ല നമുക്ക്. പക്ഷെ നമ്മളെക്കുറിച്ച് എങ്ങനെ അവർ പറയുന്നു? വിശ്വകർമ്മർ ഇത്രയുമുണ്ട്, ഈഴവർ ഇത്രയുമുണ്ട്. ഒരു ഏകദേശം 100 സമുദായങ്ങൾ എന്നാണ് ഞാൻ അറിയുന്നത്. സുദേശിന് കുറെ കൂടെ അറിയാം. ഈ OEC 100 സമുദായങ്ങൾ OEC എന്ന് പറഞ്ഞിട്ട് 2% കേരള ജനസംഖ്യയുടെ 2% കുറവാണ് എന്ന് ആധികാരികമായി പറഞ്ഞിട്ട് അവരെ ഈ OEC കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരിക്കുകയാണ്. സത്യം എന്താണ്? അവരെ ജനസംഖ്യ എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ സർക്കാർ എങ്ങനെ പറയുന്നു അവർ ജനസംഖ്യയ്ക്ക് 2% കുറവാണെന്ന്? അത് സാമ്പിൾ സർവേയിലൂടെയാണ്. ഡോക്ടർ ജോർജ് പറഞ്ഞുതരും. സാമ്പിൾ സർവേയും ഈ സെൻസസ് എന്ന് വെച്ചാൽ സാമ്പിൾ സർവേ അല്ല, എന്യൂമറേഷനാണ്. 100% എന്യൂമറേഷനാണ്, എല്ലാവരും തല എണ്ണലാണ്. ഈ സാമ്പിൾ സർവേ എങ്ങനെ നടത്തുന്നു വെച്ചാൽ ചെറിയൊരു സാമ്പിൾ എടുക്കും. ഉദാഹരണത്തിൽ 68 ഇതുപോലെ ഒരു സോഷ്യോ എക്കണോമിക് സർവേ EMS സർക്കാർ നടത്തി. അതിൽ പറഞ്ഞു ഈഴവർ 22% ബാക്കി കമ്മ്യൂണിറ്റീസിൻ്റെ എല്ലാം ഇൻഫർമേഷൻ അതിലുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഈഴവരുടെ ദാരിദ്ര്യം വളരെ വ്യക്തമാണ്. 68 പോലും വളരെ വ്യക്തമാണ്.
ബാക്കി സമുദായങ്ങളുടെയും വളരെ വ്യക്തമാണ്. പക്ഷെ അതെങ്ങനെ അവർ കണ്ടുപിടിച്ചു 22% ഈഴവാസ്ത? കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 12.5% വരുന്ന ഒരു സാമ്പിളിനെ സർവേ ചെയ്തു. ആ 12.5% സാമ്പിളിൽ 22% ഈഴവരാണെന്ന് അവർ കണ്ടുപിടിച്ചു. എന്നിട്ട് പറഞ്ഞു കേരളത്തിൻ്റെ ജനതയിൽ ഈഴവര് 22% പറഞ്ഞു. പക്ഷേ ഈ എന്ത് ഈ സാമ്പിൾ സർവേ ചെയ്താലും 20-22 ഉള്ളിൽ എപ്പോഴും വരുന്നു. അപ്പം എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട്, എവിടെ നിന്നാണ് ഏത് സാമ്പിൾ സർവേ എടുത്താലും 20, 21, 22 ഈഴവരെ കുറിച്ച് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ എനിക്കൊരു വലിയ ആഗ്രഹം. ഞാൻ കുറേ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ 1921 ബ്രിട്ടീഷുകാർ നടത്തിയ സെൻസസിൽ ഈഴവർ, തീയർ എന്നൊരു കാറ്റഗറി ഉണ്ട്. അത് മലബാറിലും കൊച്ചിനിലും ട്രാവൻകൂറിലും. അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്താൽ അത് ഈ ടോട്ടൽ പോപ്പുലേഷനായിട്ട് ആഡ് ചെയ്താൽ ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു പോപ്പുലേഷൻ്റെ ഒരു അപ്രോക്സിമേഷൻ നമുക്ക് കിട്ടും. അത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് 1921 ഈഴവ തീയ കേരള പോപ്പുലേഷൻ്റെ 21%. അത് തന്നെ അതിൻ്റെ ബേസിസിലാണ് ഇവർ മാറ്റാതെ ഏത് സാമ്പിൾ സർവേ ചെയ്താലും റഫ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് 20, 21, 22 മാറില്ല. അപ്പോൾ 100 വർഷത്തിൽ കൂടുതലായി ഈഴവരുടെ നമ്പർ 21% മാറാതെ എങ്ങനെ ഈസ് ഇറ്റ് പോസിബിൾ? ഒന്നിൽ കുറയാം, ഒന്നിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഈ സാമ്പിൾ സർവേയിൽ തെറ്റിൻ്റെ മറ്റൊരു ഉദാഹരണം 68 നടന്ന സാമ്പിൾ സർവേയിൽ മുസ്ലിം പോപ്പുലേഷൻ ഈ സാമ്പിൾ സർവേ കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ 71 സെൻസസ് നടന്നു 3 വർഷത്തിന് ശേഷം. ആ സെൻസസിൽ ഈ സാമ്പിൾ സർവേനേക്കാളും കൂടുതലായിരുന്നു മുസ്ലിം പോപ്പുലേഷൻ. പക്ഷേ ആ ഒരു അവസരം വിശ്വകർമ്മർക്കോ ഈഴവർക്കോ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ സെൻസസിലില്ല. അപ്പം നമ്മൾ അപ്രൈസ് ചെയ്യുന്നില്ല. നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ഒരു 1921 ജനിച്ച ഒരാൾ, പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരെ ജീവിതകാലത്തിൽ ഇന്ന് വരെ അവരെ ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിട്ടില്ല. അവരെങ്ങനെ നമ്മൾ സംരക്ഷിക്കും? ഇപ്പം നമുക്കറിയേണ്ടത് ഈഴവ പോപ്പുലേഷൻ കൂടിയോ കുറഞ്ഞോ, ഈ വിശ്വകർമ്മ പോപ്പുലേഷൻ കൂടിയോ കുറഞ്ഞോ എന്നല്ല, നമുക്ക് സത്യം അറിയണം. എത്രയുണ്ട്, എവിടെയുണ്ട്, എങ്ങനെയുണ്ട്, സുഖമാണോ, അവർക്ക് സൗഖ്യമാണോ, പ്രശ്നങ്ങളുണ്ടോ? ഇടുക്കിയിലാണോ പ്രശ്നം? വയനാട്ടിലാണോ പ്രശ്നം? വയനാട്ടിലുണ്ടോ വിശ്വകർമ്മർ? അവിടുത്തെ വിശ്വകർമ്മർ എങ്ങനെയുണ്ട്? ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഒരു ഡോക്ടർ ജോർജിനെ പോലെ സോഷ്യോളജി സർവേ, സാമ്പിൾ സർവേ എടുത്താൽ നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടും. പക്ഷെ ഒരു ഒത്തൻറ്റിക് ഇൻഫർമേഷൻ നമുക്ക് കിട്ടില്ല. അതറിഞ്ഞാലല്ലേ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ഉള്ളൂ. ഒരു സമുദായം എങ്ങനെയാണ് ഒരു സമുദായം നിലനിൽക്കുന്നത്? അൾട്ടിമേറ്റ്ലി പരസ്പര സഹായത്തിൻ്റെ ശക്തിയിലാണ് ഒരു സമുദായം നിലനിൽക്കുന്നത്, അല്ലേ? പരസ്പര സഹായമില്ലെങ്കിൽ ഒരു സമുദായം നിലനിൽക്കാനൊക്കെ ഇല്ല, തകർന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. പക്ഷെ പരസ്പര സഹായം വേണമെങ്കിൽ അറിവ് വേണ്ടേ? എവിടെയാണ് പ്രശ്നം, എവിടെയാണ് സഹായത്തിൻ്റെ ആവശ്യം നമ്മൾ അറിയണ്ടേ? എന്നാലല്ലേ സഹായിക്കാനൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ സോളിഡാരിറ്റി, നമ്മുടെ വെൽബീയിങ്, നമ്മുടെ ഹെൽത്ത് ചെക്കപ്പാണ്. ഒരു സെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിൻ്റെ ഹെൽത്ത് ചെക്കപ്പാണ്, നടത്തുന്നില്ല 93 വർഷമായിട്ട്. ഇത് അവസാനിച്ചേ പറ്റൂ. ഇത് അവസാനിച്ചില്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറയോട് ചെയ്യുന്ന വലിയൊരു ക്രൈമായിരിക്കും. നമ്മൾ എന്നെക്കാളുമൊക്കെ വളരെ പ്രായം കുറഞ്ഞ പലരും ഇരിപ്പുണ്ട്. അവർ തന്നെ എന്നോട്, ഞാൻ കാണുന്ന അവർ തന്നെ എന്നെ നോക്കി ചോദ്യം ചെയ്യണം, ഇതെങ്ങനെ സംഭവിക്കാൻ നിങ്ങൾ സമ്മതിച്ചു? ഇത്രയും വർഷമായിട്ട് ഈ കമ്മ്യൂണിറ്റിയുടെ സ്ഥിതി എന്താണ് എന്ന് കണ്ടുപിടിക്കണം എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഡിമാൻഡ് ചെയ്തില്ല? എന്തുകൊണ്ട് അത് നടപ്പാക്കിയില്ല? എൻ്റെ തലമുറയുടെ ഒരു വലിയ ഫെയിലിയർ തന്നെയാണ്, ഒരു സംശയവുമില്ല. അപ്പം നമ്മൾ വെറും
വെറും കണക്കെടുക്കലല്ല, ഇത് കണക്കെടുക്കലല്ല. ഈ ഹെൽത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് കണക്കെടുക്കലല്ല, പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ്. ആരോഗ്യം, സാമുദായിക ആരോഗ്യം ശക്തിപ്പെടുത്താനാണ്. അപ്പം നമുക്ക് ഈ സമുദായങ്ങൾ തെറ്റാണ്, നിലനിൽക്കരുത് എന്നുള്ള പോളിസി ആണെങ്കിൽ എന്താണ് ബെസ്റ്റ്, ഏറ്റവും നല്ല തന്ത്രം എന്താണ്? സെൻസസ് നടത്തരുത്, അപ്രൈസൽ നടത്തരുത്, ഹെൽത്ത് ചെക്കപ്പ് നടത്തരുത്, ഒരു വിവരവും ശേഖരിക്കരുത്. 1931 ജനിച്ച ഒരാളാണെങ്കിൽ അയാളുടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടന്നില്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സൂക്കേട് വന്ന് ആരും അറിയാതെ അയാൾ മരിക്കും, ഇല്ലാതാവും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കണമെങ്കിൽ, നമ്മുടെ സ്വത്വത്തിനെ നശിപ്പിക്കണമെങ്കിൽ സെൻസസ് ചെയ്യാതിരിക്കുന്നത് ആണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. സെൻസസ് നടത്തിയാൽ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റീസ്, സമുദായങ്ങൾ ശക്തിപ്പെടും, അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ സമുദായങ്ങൾ നമുക്ക് വാല്യുബിൾ ആണോ അല്ലയോ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനിടയ്ക്ക് സംസാരിച്ചപ്പം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്കൊന്നും ഈഴവര ആയാലും വിശ്വകർമ്മയിലായാലും പല കുട്ടികൾക്കും സമുദായം സ്ട്രോങ് ആകണം, സമുദായത്തിൻ്റെ വെൽഫെയറിലൊരു ഇൻട്രസ്റ്റ് ഇല്ല. എന്ന് വെച്ചാൽ അവർ ഈ ഒരു അന്തരീക്ഷത്തിൽ വളർന്നവരാണ്. ഹിന്ദു ഇൻട്രസ്റ്റിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യും. ഈ സാമുദായിക സ്വത്വം തെറ്റാണെങ്കിൽ മതസ്വത്വവും തെറ്റല്ലേ? എല്ലാ സാമുദായിക സ്വത്വങ്ങളും തെറ്റല്ലേ? പക്ഷേ ഹിന്ദു ഇൻട്രസ്റ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം, അതിനുവേണ്ടി ആരെയും നമ്മൾ അറ്റാക്ക് ചെയ്യും, നമ്മൾ ജീവൻ കൊടുത്തു വേണമെങ്കിൽ ജീവൻ എടുത്തും കൊടുത്തും നമ്മൾ അതിനെ സംരക്ഷിക്കും എന്ന് പറയുകയും, പക്ഷേ വിശ്വകർമ്മർ, ഈഴവർ ഈ സ്വത്വത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്തോ തെറ്റാണ്, എന്തോ സാമൂഹിക വിരുദ്ധമാണ് എന്ന് പറയുന്നത് ശരിയാണ്. അത് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ വിവിധ സമുദായങ്ങൾ, ആരെയും ചൂഷണം ചെയ്യാത്ത, ആരെയും ദ്രോഹിക്കാത്ത, എല്ലാവരെയും കൂടി സഹയോഗത്തിലും സാഹോദര്യത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന, പ്രകൃതിയോടും ഒരു അനീതി കാണിക്കാത്ത ഏറ്റവും നല്ല സമുദായങ്ങളെയാണ് ഇവരില്ലാതാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രേണീകരിക്കുന്ന, വിഭജിക്കുന്ന, ചൂഷണം ചെയ്യുന്ന, മറ്റു മനുഷ്യരുടെ മനുഷ്യത്വം എടുത്ത് കളയുന്ന സമുദായ സ്വത്വങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തുകയാണ്. ഇത് തുടരുകയാണെങ്കിൽ ഇവിടെ വലിയൊരു ഹ്യൂമൻ ഡിസാസ്റ്റർ ഉണ്ടാകും ഇന്ത്യയിൽ. എന്ന് വെച്ചാൽ ഇന്ത്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ വൈവിധ്യമുള്ള നന്മയുള്ള സമുദായങ്ങളുടെ സ്വത്വമാണ്. ഈ സമുദായം എന്ന് വെച്ചാൽ ഒരു കൾച്ചറൽ ഗ്രൂപ്പാണ്, ഒരു കൾച്ചറാണ്, ഒരു ബയോളജി അല്ല, ഒരു കൾച്ചറാണ് സമുദായം. വളരെ നല്ല ഇന്ത്യൻ കൾച്ചറിൽ ഏറ്റവും നന്മ ഉണ്ട് എന്ന് ലോകം പറയുന്ന കൾച്ചർ നിലനിൽക്കുന്നത് ഈ സമുദായങ്ങളിലാണ്. ഈ SC ST ഔട്ട്കാസ്റ്റ് സമുദായങ്ങളിലാണ് ഈ കാരുണ്യവും ഈ അനുകമ്പയും ഈ സ്നേഹവും ഈ സഹോദര്യവും ഇതെല്ലാം നിലനിൽക്കുന്നത് ഈ SC ST അവർണ സമുദായങ്ങളിൽ മാത്രമാണ്. ഇവരെ ഈ സമുദായങ്ങൾ ഇല്ലാതാക്കിയാൽ ഈ കൾച്ചർ ഇല്ലാതാകും, ഇന്ത്യ ഇല്ലാതാകും. ഇതിനെ നിലനിർത്തണമെങ്കിൽ ഈ ഓരോ സമുദായങ്ങൾ എത്ര ചെറുതോ എത്ര വലുതോ ആയാലും ഓരോ സമുദായങ്ങൾ, ഇപ്പം ഈ സമുദായങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഇവർ വരുത്തി കഴിഞ്ഞു, അത് പോട്ടെ, സാരമില്ല, നമുക്ക് ഒരുപാട് സഹിഷ്ണുതയുള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സമുദായങ്ങളുടെ കൾച്ചറിനെയും ഫിലോസഫിയെയും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്രൈസ് ചെയ്യണം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, നമ്മുടെ സ്ഥിതി എന്താണ് എന്ന് നമുക്കറിയണം, എന്നിട്ട് അതിനെ ശക്തിപ്പെടുത്തണം. അപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് വെറും സെൻസസിന് വേണ്ടിയല്ല, പക്ഷേ ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ചാതുർവർണ്ണ്യമല്ല, സ്നേഹമാണ്, സാഹോദര്യമാണ്. അതിൻ്റെ എതിരെയാണ് ഈ ചാതുർവർണ്ണ്യം നിൽക്കുന്നത്. ആ നല്ല സംസ്കാരം, സാഹോദര്യവും സ്നേഹത്തിൻ്റെയും സംസ്കാരം നിലനിൽക്കുന്നത് ഈ സമുദായങ്ങളിലാണ്. ഏറ്റവും കീഴ്ത്തട്ടിൽ ഉള്ള ഈ തദ്ദേശീയ സമുദായങ്ങളുടെ സംസ്കാരത്തിലാണ് നിലനിൽക്കുന്നത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം.
അപ്പോൾ ഇത് ആദ്യത്തെ പോയിന്റ് ഞാൻ പറയുന്നത്. സെൻസസ് ഒരു ഉപകരണമാണ്. അത് ബ്രിട്ടീഷുകാർ ഇവിടെ ഉപയോഗിച്ചത്, റോമൻസ് ഉപയോഗിച്ചത് സ്വത്തിനെ അസസ് ചെയ്ത് ടാക്സ് എടുക്കാനായിരുന്നു. ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് വിവരം ശേഖരിച്ച് ഭരിക്കാനായിരുന്നു. ഇവിടുത്തെ സവർണ ഹിന്ദുക്കൾ സെൻസസിന് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ തദ്ദേശ സമുദായങ്ങളുടെ സ്വത്വത്തിനെ ഇല്ലാതാക്കി, സ്വത്വം മാറ്റി, ഹിന്ദുക്കളാക്കി മാറ്റി, അവരുടെ ഒരു വയലന്റ് ഹിംസാത്മകമായ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് അടിമകളാക്കാൻ വേണ്ടിയാണ് സെൻസസിന്. സെൻസസ് ഒരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സോഷ്യൽ എൻജിനീയറിംഗ് ടൂളാക്കി മാറ്റിയിരിക്കുകയാണ്. അതിനെ ഇല്ലാതാക്കാനാണ് നമ്മൾ സെൻസസ് വേണം. നമ്മുടെ ഈ 1931 മുതൽ ഇന്ന് വരെ 93 വർഷം നമ്മൾ എടുക്കാത്ത സെൻസസ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ ഇത് ഡിമാൻഡ് ചെയ്യാണ്. അത് ഒരുപാട് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഈ സമുദായങ്ങൾക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യലായിട്ട് ഏറ്റവും വലിയ ഒരു ഫൗണ്ടേഷൻ ഇട്ടത് ഡോക്ടർ BR അംബേദ്കറാണ്. എങ്ങനെ? ഡോക്ടർ BR അംബേദ്കർ 20കളിൽ മുതൽ പറയാൻ തുടങ്ങി, ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കി ആയിരിക്കും എന്ന് പറയാൻ തുടങ്ങി. ഓളിഗാർക്കി എന്നുള്ള വാക്ക് അദ്ദേഹത്തിൻ്റെ വാക്കാണ്. മോണോ ആർക്കി എന്ന് വെച്ചാൽ ഒരാളുടെ ഭരണം, ആർക്കി എന്ന് വെച്ചാൽ ഭരണം, മോണോ ആർക്കി എന്ന് വെച്ചാൽ ഒരാളുടെ ഭരണം. മോണോസാക്കറൈഡ് എന്ന് പറയുന്ന പോലെ ഒരു കെമിസ്ട്രി പ്രൊഫസർ എന്നെ പഠിപ്പിച്ചതെന്നാണ്. മോണോസാക്കറൈഡ് എന്ന് വെച്ചാൽ ഒരു സാക്കറൈഡ്, പോളിസാക്കറൈഡ് എന്ന് വെച്ചാൽ ഒരുപാട് സാക്കറൈഡ്, ഓളിഗോ സാക്കറൈഡ് എന്ന് വെച്ചാൽ ചുരുക്കം കുറച്ച് സാക്കറൈഡ്സേ ഉള്ളൂ. പോളി എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്, മോണോ എന്ന് വെച്ചാൽ ഒരു സാക്കറൈഡ്, ഓളിഗോ എന്ന് വെച്ചാൽ കുറച്ച് സാക്കറൈഡ്. അതുപോലെ മോണോ ആർക്കി എന്ന് വെച്ചാൽ ഒരാളുടെ ഭരണം. ഓളിഗോസ് എന്നാണ് ഫ്യൂ, ഓളിഗോസ് പ്ലസ് ആർക്കി. ഓളിഗാർക്കി എന്ന് വെച്ചാൽ ചുരുക്കം ആൾക്കാരുടെ ഭരണം, അതാണ് ഓളിഗാർക്കി. ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കി ആയിരിക്കും. അത് 100% ശരിയായിരുന്നു. ഇന്ത്യയെ ഭരിക്കുന്നത് 4 സമുദായങ്ങളാണ്. ബേസിക്കലി ഏത് മേഖലയിൽ പോയാലും അതിൽ വലിയൊരു മുൻതൂക്കവും വലിയൊരു ആധിപത്യവും ഉള്ളത് 4 കമ്മ്യൂണിറ്റീസാണ്. കേരളത്തിനെ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയും അവരുടെ ഡിസെൻഡൻസ് ആണെന്ന് സ്വയം ക്ലെയിം ചെയ്യുന്ന മറ്റ് 2 കമ്മ്യൂണിറ്റീസും. ഈ 3 കമ്മ്യൂണിറ്റീസുമാണ് കേരളത്തിനെ ഭരിക്കുന്നത്. ഇപ്പം ഏത് മേഖലയിൽ പോയാലും അവർക്ക് വലിയൊരു മുൻതൂക്കമാണ് എല്ലാ ഫീൽഡിലും. അവർ പറയുന്നത് ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ്, ഞങ്ങൾ മെറിറ്റാണ്. പക്ഷേ ഉദാഹരണത്തിൽ IASൽ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് റിസർവേഷൻ തുടക്കം മുതലുണ്ട്. ഇന്ന് വരെ കേരളത്തിൽ ഒരൊറ്റ ഷെഡ്യൂൾ കാസ്റ്റ് ചീഫ് ജസ്റ്റിസ് ചീഫ് സെക്രട്ടറി ഉണ്ടായിട്ടില്ല, ഒരാൾ പോലും. എല്ലാ വർഷവും റിസർവേഷനിൽ കൂടെ ഷെഡ്യൂൾ കാസ്റ്റ് IAS ഓഫീസേഴ്സ് വരികയാണ്. 56 മുതൽ ഇന്ന് വരെ അതിൽ ഒരാൾ പോലും ഒരു ചീഫ് സെക്രട്ടറി ആകാൻ യോഗ്യനല്ലേ? മെറിറ്റ് ഇല്ലാത്തവരാണോ എല്ലാവരും? അതോ ഒരു ഓളിഗാർക്കി കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി അവരുടെ എതിരെയുള്ള പ്രജുഡിസ് കാരണം അവരുടെ മെറിറ്റ് കാണാനൊക്കാത്ത തിമിരം അവരുടെ കള്ളിൽ ഉള്ളത് കൊണ്ടാണോ അവർ ചീഫ് സെക്രട്ടറി ആകാത്തത്? അല്ലേ? ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരൊറ്റ മലയാളി മുസ്ലിം ഇന്നുവരെ ചീഫ് സെക്രട്ടറി ആയിട്ടില്ല കേരളത്തിൽ. ഒരു ഈഴവനാണ് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളത് കേരളത്തിൽ 56 മുതൽ ഇന്ന് വരെ. ബാക്കി പിന്നോക്ക സമുദായങ്ങളുടെ കുറച്ചുകൂടെ ചെറിയ സമുദായങ്ങളുടെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ല. സുപ്രീം കോടതിയിൽ എത്രയോ കേരളത്തിൽ നിന്നുള്ള മലയാളി ജഡ്ജിമാർ വന്നിട്ടുണ്ട്. ഇന്ന് വരെ ഒരൊറ്റ ഈഴവ ജഡ്ജ് സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടില്ല. മറ്റ് ബാക്ക്വേർഡ് കാസ്റ്റൊന്നും ഉണ്ടായിട്ട് എനിക്ക് അറിവില്ല. ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്നും ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൽ നിന്ന് 2 പേരുണ്ട്. ബാക്ക്വേർഡ് ക്ലാസ് ഞാൻ പറഞ്ഞത്. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ട്.
ജസ്റ്റിസ് ബാലകൃഷ്ണനും ജസ്റ്റിസ് രവികുമാറും, 2 മുസ്ലിംസും വന്നിട്ടുണ്ട്. പക്ഷെ ഇവർ 4 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഈ 3 കമ്മ്യൂണിറ്റീസിനാണ്. പോലീസ് ചീഫ് എടുത്താൽ ഒരു മലയാളി മുസ്ലിം 25 ദിവസത്തേക്ക് പോലീസ് ചീഫായിട്ടുള്ളൂ ഇതുവരെ. ഈഴവരായി 2 പേര്, ഷെഡ്യൂൾ കാസ്റ്റായിട്ട് 2 പേര്, ബാക്കി എല്ലാവരും ഈ 3 കമ്മ്യൂണിറ്റീസിനാണ്. ഇങ്ങനെ കണക്ക് പറഞ്ഞാൽ നമുക്ക് എവിടെയും പ്രാതിനിധ്യമില്ല. എന്ന് വെച്ചാൽ ഒരു ഓളിഗാർക്കിയാണ്. അവർ വിചാരിക്കുന്നത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്കാണ് മെറിറ്റ് ഉള്ളത്, ഞങ്ങളെപ്പോലെ അല്ലാത്തവർക്ക് മെറിറ്റ് ഇല്ല, ഞങ്ങളാണ് മെറിറ്റ്, ഞാനാണ് മെറിറ്റ്, എൻ്റെ ക്വാളിറ്റീസാണ് മെറിറ്റ്. ഒരു ഇപ്പോൾ റിട്ടയർ ചെയ്ത ഒരു ജഡ്ജ് ഒരു പബ്ലിക് വീഡിയോയിൽ പറഞ്ഞല്ലോ, ഒരു പബ്ലിക് ഫങ്ഷനിൽ, ഒരു ബ്രാഹ്മൺ അസോസിയേഷൻ ഫങ്ഷനിൽ, ഈ രാജ്യത്തിനെ ഭരിക്കുന്നത് ബ്രാഹ്മണരാണെന്നില്ല, പക്ഷേ വെജിറ്റേറിയൻ ആയിരിക്കണം, രാവിലെ എണീറ്റാൽ പൂജ ചെയ്യണം, ഈ ഭജനങ്ങൾ ചെയ്യണം, ഇങ്ങനത്തെ ആഹാരം കഴിക്കണം, ഇങ്ങനത്തെ ഹാബിറ്റ്സ് വേണം. അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ ഹാബിറ്റ്സ് വളരെ നല്ല ഹാബിറ്റ്സാണ്, ഒരു പ്രശ്നവുമില്ല, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നത് എന്നെ പോലത്തെ ആൾക്കാർ മാത്രമേ ഇവിടെ ഭരിക്കാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അവരുടെ വിശ്വാസം. അതാണ് അതിൽ അവർ ഒരു പ്രജുഡിസ് കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, മറ്റാർക്കും കഴിവില്ല, ബുദ്ധിയില്ല എന്നാണ് അവരുടെ വിശ്വാസം. അതാണ് ഓളിഗാർക്കി. അപ്പോൾ ഇത് മുൻകണ്ടു. 100 വർഷത്തിന് മുമ്പ് ഡോക്ടർ അംബേദ്കർ മുൻകണ്ടു എന്ന് മാത്രമല്ല, 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അദ്ദേഹം ഒരു വളരെ ഡീറ്റെയിൽ മെമ്മറാൻഡം കൊടുത്തു, 8 കണ്ടീഷൻ, സേഫ് ഗാർഡ്സ് ഫോർ ഡിപ്രസ് ക്ലാസസ്. എന്നിട്ട് അദ്ദേഹം അവിടെയും പറഞ്ഞു, ഈ ഓളിഗാർക്കിയാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്, ഞങ്ങൾക്ക് വേണ്ടത് എല്ലാവർക്കും തിരഞ്ഞെടുത്ത സർക്കാർ വേണം, ഞങ്ങൾക്കും വേണം, ഡിപ്രസ് ക്ലാസസിനും അത് തീർച്ചയായിട്ടും വേണം, പക്ഷെ ഞങ്ങൾക്കത് പോരാ. അതുപോലെ തന്നെ സുപ്രധാനം, ഡിപ്രസ് ക്ലാസസിന് ഞങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള സർക്കാർ വേണമെന്ന് പറഞ്ഞു, പ്രാതിനിധ്യ ജനാധിപത്യം വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഈ 8 സേഫ് ഗാർഡ് കൊടുത്ത ആ 8 സേഫ് ഗാർഡിൽ സേഫ് ഗാർഡ് 4, 5 പ്രാതിനിധ്യ ജനാധിപത്യത്തിനെ കുറിച്ചാണ്. പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? കണ്ടീഷൻ നമ്പർ 4 ലെജിസ്ലേച്ചറിൽ, അവിടെ പൂന പാക്ട്, പൂന ഗാന്ധി സത്യാഗ്രഹം, പൂന പാക്ട് ഒക്കെ വരുന്നത് ഈ കണ്ടീഷൻ 4 നിന്നാണ്. എല്ലാ ഡിപ്രസ് ക്ലാസ്സസിന് മാത്രം ജോയിൻറ്റ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണം 10 വർഷത്തേക്ക്, അത് കഴിഞ്ഞിട്ട് ജോയിൻറ്റ് ഇലക്ട്രേറ്റ്, പിന്നെ റിസർവേഷൻ വേണം ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു. ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ് അദ്ദേഹം പറഞ്ഞു, ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ്. കമ്മ്യൂണിറ്റീസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, ബാക്ക്വേർഡ് എന്ന് പറയുന്നില്ല, ക്ലാസസ് എന്ന് പറയുന്നില്ല, all communities, due and adequate representation. Due എന്ന് വെച്ചാൽ ആനുപാതികം, adequate എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ചെറിയ കമ്മ്യൂണിറ്റീസിന് മതിയായ പ്രാതിനിധ്യം. ഇപ്പോൾ വിശ്വകർമ്മ കമ്മ്യൂണിറ്റി അത്ര വലിയ കമ്മ്യൂണിറ്റി അല്ലെങ്കിലും മതിയായ പ്രാതിനിധ്യം വേണം. വെറും ആനുപാതികമായ പോരാ, ആനുപാതികം പ്ലസ് ആയിരിക്കണം. വലിയ കമ്മ്യൂണിറ്റീസിന് ആനുപാതികം കുറച്ച് മൈനസ് ആയിരിക്കാം. പക്ഷെ എല്ലാവർക്കും ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം വേണം എന്ന് അദ്ദേഹം ഡിമാൻഡ് ചെയ്തു. ബാക്ക്വേർഡ് എന്ന് പറഞ്ഞില്ല, ക്ലാസ് എന്ന് പറഞ്ഞില്ല. അതൊക്കെ പിന്നെ ഈ ഡോമിനൻ്റ് ക്ലാസ്സസ് അതിന് കുത്തിക്കയറ്റിയതാണ്. അതിനാണ് അദ്ദേഹം റിസർവേഷൻ വേണമെന്ന്. റിസർവേഷൻ അല്ല ഡിമാൻഡ് ചെയ്തത്, റെപ്രസെൻറ്റേഷനാണ് ഡിമാൻഡ് ചെയ്തത്. റിസർവേഷൻ ഒരു ഉപകരണം മാത്രമാണ്. അതിനേക്കാളും എത്രയോ നല്ല ഉപകരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് മലേഷ്യയിൽ മഹാതീർ മുഹമ്മദ് പറഞ്ഞു പ്രാതിനിധ്യത്തിന് വേണ്ടി, അദ്ദേഹം ആദ്യം പ്രധാനമന്ത്രി 70കളിലായപ്പോൾ പറഞ്ഞു, ഈ മലേഷ്യയിൽ ഏത് കമ്പനി ആരുണ്ടാക്കിയാലും അതിൽ ഒരു പാർട്ട്ണർ ആയിരിക്കും കമ്പൽസറിലി. അയാൾക്കൊരു പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അയാളൊരു പാർട്ട്ണർ ആയിരിക്കും, ഇക്വിറ്റി പാർട്ട്ണർ ആയിരിക്കും. ഈ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഷെയർ അയാൾക്ക് കിട്ടും. അത് മറ്റൊരു കമ്പനി, പ്രൈവറ്റ് സെക്ടർ കമ്പനിയിൽ മലേഷ്യന് പ്രാതിനിധ്യമില്ല, എല്ലാം ചൈനീസ് ഓളിഗാർക്കിയുടെ കയ്യിലായിരുന്നു ആ സമയത്ത്. പക്ഷേ ഈ പ്രാതിനിധ്യ ഉപകരണം വെച്ചിട്ട് വളരെ ഇഫക്റ്റീവായിട്ടൊരു മാറ്റം വന്നു. ഇന്ന് മലേഷ്യ എല്ലാവരും വളരെ ഇതായി. അവിടെ വലിയ ആൻറ്റി ചൈനീസ് റയറ്റ്സ് ഉണ്ടായിരുന്നതാണ്. ആ റയറ്റ്സൊക്കെ നിന്നു, സോഷ്യൽ പീസ് ഉണ്ടായി, ചൈനീസ് മലേ കോൺഫ്ലിക്റ്റ് നിന്നു, പ്രോസ്പെറിറ്റി കൂടി. ഇപ്പോൾ പല ഉപകരണങ്ങളും ഉണ്ട്. റിസർവേഷൻ എന്ന് പറയുന്ന ഒരു ചാതുർവർണ്ണ ഐഡിയ ആണ്, നമ്മുടെ ഐഡിയ അല്ല. ഈ ജോലി ഇന്നാർക്ക് റിസർവ് ചെയ്തിരിക്കുന്നു, ഈ ജോലി മറ്റവർക്ക് റിസർവേഷൻ നമ്മുടെ ഐഡിയ അല്ല. ഇക്വാളിറ്റിയാണ് നമ്മുടെ ഐഡിയ, അത് ചാതുർവർണ്ണ ഐഡിയ അല്ല. അപ്പോൾ ചാതുർവർണ്ണ ഐഡിയ ഉപയോഗിച്ച്
ഇവിടെ പ്രാതിനിധ്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നടക്കുന്നില്ല. നാച്ചുറലി അത് ചാതുർ പറഞ്ഞ ഐഡിയ വെച്ച് അത് അവരുടെ ഐഡിയയാണ്. അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ നല്ലോണം അറിയാം എങ്ങനെ ചെയ്യാം. പക്ഷെ അതൊരു വേറൊരു വിഷയമാണ്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെച്ചത് ഈ ഓളിഗാർക്കിക് റൂളിനെ തടയാൻ വേണ്ടി എല്ലാവർക്കും ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം വേണം എന്നുള്ളൊരു ഡിമാൻഡാണ്. പ്രാതിനിധ്യം വേണമെങ്കിൽ സെൻസസ് വേണം. എന്നാലേ ആനുപാതികമാണോ മതിയായതാണോ എന്ന് സാമ്പിൾ സർവേ വെച്ച് റഫായിട്ട് ചെയ്യാൻ ഒക്കില്ല, ഊഹിക്കാൻ ഒക്കില്ല. ആക്ച്വൽ സെൻസസ് വേണം. അപ്പോൾ സെൻസസ് ഒരു സൈഡിൽ കൂടെ സെൻസസ് നമ്മുടെ സോഷ്യൽ ഐഡൻറ്റിറ്റിയെ തകർത്ത് അവർ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റിയെ കൊണ്ടുവന്ന് നമ്മൾ ഹിന്ദുക്കളാക്കുക, എന്നിട്ട് അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി അറ്റാക്ക് ചെയ്യുന്നതാരാണ്? ഒരു ഓളിഗാർക്കിയാണ്. അപ്പം ഓളിഗാർക്കിയെ കൗണ്ടർ ചെയ്യാൻ ഡോക്ടർ അംബേദ്കർ ഒരു പ്രതിവിധി മുന്നോട്ട് വയ്ക്കുന്നു. അത് പ്രാതിനിധ്യ ജനാധിപത്യമാണ്. എല്ലാ കമ്മ്യൂണിറ്റീസിനും ആനുപാതികമായ മതിയായ പ്രാതിനിധ്യമാണെന്നുള്ളൊരു ഡിമാൻഡ്. അപ്പോൾ ഡോക്ടർ അംബേദ്കർ പറയുന്നത് എന്താണ്? സമുദായങ്ങൾ സർവൈവ് ചെയ്യണം. ഇന്ത്യ പൊളിറ്റിക്കലി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, ബട്ട് സോഷ്യലി ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ആണ്. അപ്പോൾ കമ്മ്യൂണിറ്റീസിന് ഡോക്ടർ അംബേദ്കർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നു. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ കമ്മ്യൂണിറ്റി ഡ്രിവൺ ജനാധിപത്യം, ഡെമോക്രസിയാണ് ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് ഇതിനൊരു പ്രതിവിധി. അപ്പോൾ സെൻസസ് നടപ്പാക്കിയാൽ ഈ ഡോക്ടർ അംബേദ്കറിൻ്റെ പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ ഡിമാൻഡ് വളരെ ശക്തപ്പെടും. അതിനെ തടയാൻ പറ്റാതെ വരും. അത് നിൽക്കുന്നതുകൊണ്ടാണ് സെൻസസ് നടത്താത്തത്. 16(4) ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ എഴുതി വെച്ചിരിക്കുന്നു. ഡോക്ടർ അംബേദ്കർ ഈ ഒരു വലിയൊരു ഒരു ഒരു സ്ഫോടക വസ്തു ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇട്ടിരിക്കുകയാണ്, പ്രാതിനിധ്യ ജനാധിപത്യം. അതിപ്പം നടക്കാത്തത് സെൻസസ് ഇല്ലാത്തതുകൊണ്ടാണ്. സെൻസസ് നമ്പർ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഡിമാൻഡ് ഉണ്ടാവും പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ. ലാസ്റ്റ് പോയിന്റ്, ഈ കമ്മ്യൂണിറ്റിയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ആദ്യം നമ്മൾ പറഞ്ഞു കമ്മ്യൂണിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഈ കമ്മ്യൂണിറ്റിയെ ഡിസ്ട്രോയ് ചെയ്ത് ഒരു ഓളിഗാർക്കി ഇവിടെ ഭരിക്കാൻ പോകുന്നു. അതുകൊണ്ട് കമ്മ്യൂണിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യാൻ ഒരു പ്രതിവിധിയായിട്ട് ഡോക്ടർ അംബേദ്കർ പറയുന്നു പ്രാതിനിധ്യ ജനാധിപത്യം വേണം. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ ലാസ്റ്റ് പോയിന്റ്, ഈ കമ്മ്യൂണിറ്റിയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്താണ് ഈ കമ്മ്യൂണിറ്റി? കമ്മ്യൂണിറ്റി നമ്മൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ജാതിയാണോ കമ്മ്യൂണിറ്റി? മതമാണോ കമ്മ്യൂണിറ്റി? എന്താണ് കമ്മ്യൂണിറ്റി? ഇതിനൊരു ക്ലാരിറ്റി തരുന്നത് നാരായണ ഗുരുവാണ്. നാരായണ ഗുരു 1925 RSS ഉണ്ടാക്കുന്നതിൻ്റെ 11-ാം ദിവസം കേരള കൗമുദിയിൽ ഒരു ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. ഒന്നിനെയും നിഷേധിക്കാത്ത ഗുരു വളരെ സ്ട്രോങ് ആയിട്ട് ഏറ്റവും റാഡിക്കൽ ആൻറ്റി ഹിന്ദു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹിന്ദു എന്നുള്ളൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയാണ്. ജാതി എന്താണെന്ന് അപ്പോൾ ഹിന്ദു റിജക്റ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ സമുദായം ഹിന്ദു സമുദായത്തിൻ്റെ പ്രാതിനിധ്യമല്ല നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു മതമില്ല. അപ്പം ഓളിഗാർക്കിയെ കൗണ്ടർ ചെയ്യാൻ പ്രാതിനിധ്യം വേണമെങ്കിൽ ആരുടെ പ്രാതിനിധ്യം? ഹിന്ദുവിൻ്റെ അല്ല എന്ന് നാരായണ ഗുരു പറയുന്നു. പിന്നെ ആര്? ജാതിയുടെ ആണോ? അതിൻ്റെ റീസൺസ് എന്താണെന്ന് ഞാൻ പിന്നെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എന്തുകൊണ്ടാണ് ഗുരു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ സെൻസസ് ഡിസ്കഷനിൽ പ്രസക്തമായിട്ടുള്ളത് ഹിന്ദുവിൻ്റെ പ്രാതിനിധ്യമില്ല, പക്ഷെ അവർ ഹിന്ദുവിനെ മാത്രമേ എണ്ണുന്നുള്ളൂ. സെൻസസിൽ സമുദായങ്ങളെ എണ്ണുന്നില്ല. അപ്പോൾ ഹിന്ദുവിൻ്റെ പ്രാതിനിധ്യമായി ഇമ്പോർട്ടൻറ്റ്. പ്രാതിനിധ്യ ജനാധിപത്യം വേണമെങ്കിൽ ഹിന്ദു ആകണം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു ഈ ഓളിഗാർക്കിയിൽപ്പെട്ട ഒരു ഹിന്ദു ചീഫ് സെക്രട്ടറിയും ചീഫ് ജസ്റ്റിസും ഇതെല്ലാം ആകുമ്പോൾ പാർട്ടി ബീറ്റ് കൊടുക്കുന്ന ഞാനാണ് എന്നുവെച്ചാൽ എനിക്ക് പ്രാതിനിധ്യം കിട്ടി. പക്ഷെ എനിക്ക് അവിടെ പോയി പൂജാരി ആകണമെന്നെങ്കിൽ അവർ അതേ കോടതിയിൽ നിന്ന് പറയാണ് ഇയാൾക്ക് പൂജാരി ആകാൻ ഒക്കില്ല. പിന്നെ ഞാൻ ആ സമുദായത്തിൻ്റെ ഭാഗമാണെങ്കിൽ
എനിക്ക് പൂജയും ചെയ്യണ്ടേ? എൻ്റെ പ്രതിനിധി ആകുന്നത് എൻ്റെ സമുദായത്തിൽ നിന്നൊരാളാകണ്ടേ? എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ആണെങ്കിൽ അയാൾക്ക് പൂജ ചെയ്യാമെങ്കിൽ എനിക്കും പൂജ ചെയ്തൂടെ? അപ്പം അയാൾക്ക് പൂജ ചെയ്യാം, എനിക്ക് പൂജ ചെയ്തുകൂടാ എന്നാണെങ്കിൽ ഞങ്ങളൊരു സമുദായമല്ല. ആണെങ്കിൽ അയാൾക്കൊരു ജോലി കിട്ടുമ്പോൾ എൻ്റെ പ്രതിനിധി അല്ല അയാൾ. ഈ ജുഡീഷ്യറിയിൽ എക്സിക്യൂട്ടീവിലും ടോപ്പ് പൊസിഷൻ കിട്ടുമ്പോൾ എൻ്റെ പ്രതിനിധി അല്ല അയാൾ. നമ്മളൊരു സമുദായമല്ല എന്നെനിക്ക് മനസ്സിലാവുന്നു. ഈ ഞാൻ റെപ്രസെൻ്റ് ചെയ്ത ശാന്തി, ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന രണ്ടുപേരും ശാന്തിമാർ, അവർ ഈ ഹിന്ദു സമുദായത്തിൻ്റെ ഈക്വൽ മെമ്പർ ആയിരുന്നെങ്കിൽ അവരെ ആപ്ലിക്കേഷനിൽ നിന്ന് തടയുമോ മറ്റ് ഹിന്ദുക്കൾ? എന്തുകൊണ്ട് തടയുന്നില്ല? നീ മലയാള ബ്രാഹ്മണല്ല, അപ്പം അതാണ് സമുദായം, ഹിന്ദു അല്ല. അപ്പം നമുക്കിപ്പോൾ പ്രസക്തമായിട്ടുള്ളൊരു പോയിന്റ്, ഹിന്ദു സമുദായത്തിൻ്റെ പ്രാതിനിധ്യമല്ല ഡോക്ടർ അംബേദ്കർ ഉദ്ദേശിച്ചത്, നാരായണ ഗുരു ഉദ്ദേശിച്ചത്. പക്ഷേ ഹിന്ദുവിനെ മാത്രമാണ് സെൻസസിൽ ഉൾപ്പെടുത്തുന്നത്. അതാണ് പ്രശ്നം. പിന്നെ ഹിന്ദു അല്ലെങ്കിൽ ആരാണ്? ജാതിയാണോ? പക്ഷെ അവർ തന്നെ പറയുന്നു ജാതി മോശമാണ്, ജീർണിച്ചതാണ്, വർണ്ണം നല്ലതാണ് എന്നവർ പറയുന്നു. അപ്പം എന്താണ് ഈ ജാതി? അപ്പം അപ്പം പറയുന്നത് ഈഴവ ജാതിയാണ്, വിശ്വകർമ്മൻ ഒരു ജാതിയാണ് എന്നല്ലേ നമ്മളോട് പറയുന്നത്. അപ്പോൾ ജാതി എന്നുള്ള തൊപ്പി നമ്മുടെ തലയിൽ വെച്ചു, ഹിന്ദു എന്നുള്ള തൊപ്പി നമ്മുടെ തലയിൽ വെച്ചു. ഈ രണ്ട് തൊപ്പിയും അവർ വെക്കുന്നില്ല. ഗ്ലോബൽ ബ്രാഹ്മിൻ കൺവെൻഷനാണ്, ഗ്ലോബൽ ജാതി ഹിന്ദു കൺവെൻഷനല്ല. അപ്പം എന്താണ് ഈ ജാതി? അത് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഏറ്റവും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നാരായണ ഗുരുവാണ്. നാരായണ ഗുരു വലിയ സംസ്കൃത പണ്ഡിതൻ, 14 ബുക്ക് സംസ്കൃതത്തിൽ എഴുതി, ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ വളരെ ആഴത്തിൽ അറിയുന്ന മഹാപണ്ഡിതൻ. അദ്ദേഹം പറയുന്നത് എന്താണ്? ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണെന്നാണ്. ജാതി ബയോളജിയാണ്. ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ്. ആ സംസ്കൃത വാക്കിൻ്റെ അർത്ഥം ജൻ പ്ലസ് ഹാഫ് ക ആൻഡ് ഹാഫ് ത, ശക്തി എന്നുള്ള പോലെ ഹാഫ് ക ഹാഫ് ത, തിൻ. ജൻ പ്ലസ് തിൻ ആണ് ജാതി. ജാതി എന്ന് വെച്ചാൽ ഒരേ ജന്മരീതിയുള്ള കൂട്ടർ, ഒരു ബയോളജിക്കൽ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പം ആനയ്ക്കൊരു ജന്മരീതി, പൂമ്പാറ്റയ്ക്കൊരു ജന്മരീതി. നമുക്കറിയാം ഓരോ സ്പീഷീസിനും ഓരോ ജന്മരീതിയുണ്ട്, സിസ്റ്റം. അതാണ് ജാതിയുടെ അർത്ഥം. അത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പുരുഷ സൂക്തത്തിൽ നോക്കുമ്പോൾ, പുരുഷ സൂക്തം എന്താണ്? എ ലിസ്റ്റ് ഓഫ് ജന്മരീതികളാണ് പുരുഷ സൂക്തം. ജന്മരീതികളുടെ ഒരു കാറ്റലോഗാണ് പുരുഷ സൂക്തം. ഭൂമിയുടെ ജന്മരീതി ഇതാണ്, ആകാശത്തിൻ്റെ ഇതാണ്, കന്നുകാലിയുടെ ഇതാണ്, കഴുതയുടെ ഇതാണ്, 2 വരി പല്ലുള്ള മൃഗങ്ങളുടെ ജന്മരീതി ഇതാണ്, ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ജന്മരീതി ഇതാണ്. ആ കൂട്ടത്തിൽ മനുഷ്യൻ എന്നൊരു വാക്ക് ഉപയോഗിക്കാതെ, മനുഷ്യൻ്റെ ജന്മരീതി എന്താണെന്ന് അവർ പറയുന്നില്ല, മനുഷ്യൻ എന്നൊരു വാക്ക് ഉപയോഗിക്കാതെ പറയുന്നത് എന്താണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ 4 ഇനങ്ങളുടെ ജന്മരീതി പുരുഷ സൂക്തം പറയുന്നു. അത് നമുക്കറിയാം. ബ്രാഹ്മൺ വിരാട്ട പുരുഷൻ്റെ തലയിൽ നിന്നും, ക്ഷത്രിയൻ തോളിൽ നിന്നും, പിന്നെ വയറിൽ നിന്നും, അല്ല തൊടയിൽ നിന്നും, കാലിൽ നിന്നും നമുക്കറിയാം. ഇത് ഓരോ ജന്മരീതികളാണ്. മനുഷ്യൻ്റെ ജന്മരീതിയല്ല, ഈ ബ്രാഹ്മണൻ്റെ ജന്മരീതി ഇതാണെന്ന് പറയും. 4 ജന്മരീതികൾ പറയുന്നു. നമുക്ക് ഈ ജന്മരീതികളുള്ള ഇനങ്ങൾ മനുഷ്യരാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളുടെ ആരുടെയും ജന്മരീതി പുരുഷ സൂക്തത്തിൽ പറയുന്നില്ല. അവർ ആക്ച്വലി ഈ പുരുഷ സൂക്തം വായിച്ചാൽ അതിൽ എങ്ങനെ പറയുന്നത്? കന്നുകാലി, കഴുത, 2 വരി പല്ലുള്ള മൃഗങ്ങൾ, പിന്നെ ബ്രാഹ്മൺ, ക്ഷത്രിയ, ശൂദ്ര, അങ്ങനെ ആ കൂട്ടത്തിലാണ് ഇത് പറയുന്നത്. ജന്മരീതികളാണ്. അപ്പം ഇതെല്ലാം ജാതികളാണ്. എന്നുവെച്ചാൽ ഇത് ജന്മരീതികളുടെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പം പുരുഷ സൂക്തം പറയുന്നത് നമ്മൾ മനുഷ്യരായി കാണുന്ന ഈ 4 ഇനങ്ങളെ, ഇവർക്ക് 4 വ്യത്യസ്ത ജന്മരീതികളുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ജന്മമേ ഇല്ല, നമ്മൾ മൃഗങ്ങളുടെ അല്ല, നമ്മൾ മൃതവസ്തുക്കളാണ്. ഇത് ജന്മം ഉണ്ടായിക്കഴിഞ്ഞാലേ ജീവൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മൃതവസ്തുക്കളാണ് പുരുഷ സൂക്തം. നമ്മളില്ല അതിൽ. ഒരു വിധത്തിൽ നല്ലതാണ് ഈ കന്നുകാലിയും കഴുതയും. അതിൻ്റെ ആ ലിസ്റ്റിൽ നമ്മളില്ലാത്തത്
പ്രശ്നമല്ല, അവർക്ക് മനസ്സിലാവുന്നില്ല, അത് പോട്ടെ. പക്ഷേ ഈ 4 ജാതികൾ ഇവർ ഈ പുരുഷ സൂക്തം ഉണ്ടാക്കുന്നു, 4 ജന്മരീതികൾ. ഇതിനെ നാരായണ ഗുരു 3 വാക്കുകൾ കൊണ്ട് പൊളിക്കുകയാണ്. ഒരു ജാതി മനുഷ്യന് എന്ന് പറയുന്നു, ഒരു യോനി, ഒരു ആകാരം. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയേ ഉള്ളൂ. എല്ലാവരും ഒരു സ്ത്രീ പ്രസവിച്ചുണ്ടാകുന്നു. അല്ലാതെ ചിലർ സ്ത്രീ പ്രസവിച്ചുണ്ടാകുന്നു, ചിലർ അമ്മ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞുണ്ടാകുന്നു. അങ്ങനെയല്ലല്ലോ മനുഷ്യർ. എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതി. എന്നിട്ട് ഗുരു പറയുന്നു, ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതി ഉള്ളൂ എന്നുള്ള സത്യം ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം. ഈ ലോകത്ത് അത് അറിഞ്ഞൂടാത്ത ആരുമില്ല, കോപ്പിന ആരുമില്ല, ഈ ബ്രാഹ്മണാദികൾ ഒഴിച്ച്. ഈ ബ്രാഹ്മണാദികൾക്ക് മാത്രം ഇത് അറിഞ്ഞൂടാ. എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതി ഉള്ളൂ എന്നുള്ള സത്യം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. പക്ഷെ ഈ ബ്രാഹ്മണാദികൾക്ക് മാത്രമില്ല. ഹാ കഷ്ടം എന്ന് ഗുരു പറയുന്നു. ഇവർക്ക് ഇതുപോലും മനസ്സിലാവുന്നില്ലല്ലോ. ജാതി പോയാൽ വർണ്ണം നിലനിൽക്കുന്നു. വർണ്ണം എന്താണ്? ഈ നാല് ഇനങ്ങൾക്ക് ഒരു ടൈറ്റിലാണ് വർണ്ണം. അതായത് ഈ കഴുതയും കന്നുകാലിയുടെ ഒക്കെ കിടക്കുന്നുണ്ട്, അത് മനുഷ്യൻ എന്ന് പറയുന്നില്ല. അതുകൊണ്ട് അവർ വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടി ഇവർക്ക് വർണ്ണങ്ങളുണ്ടെന്ന് പറയുന്നു. ആ ശ്രേണീകരണം ഈ പുരുഷ സൂക്തത്തിൻ്റെ 4 ഭാഗത്തിൽ നിന്ന് തന്നെ ശ്രേണീകരണം ഉണ്ടാവുന്നു. പിന്നെ വർണ്ണം കൊടുക്കുന്നു. വർണ്ണം ഒരു സ്ഥാനപ്പേരാണ്. കുറച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നു ഈ 4 ഇനങ്ങൾക്ക് വർണ്ണമുണ്ടെന്ന് പറയുന്നു. അപ്പം ജാതിയും വർണ്ണവും ഒരേ ജന്മരീതിയുടെ രണ്ട് പേരുകളാണ്, 2 വിവരണങ്ങളാണ്. ജാതി എന്ന് പറഞ്ഞാൽ ഒരേ 4 രീതികൾക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള 4 ജന്മരീതികളുടെ ഒരു വിവരണമാണ് ജാതി എന്ന് പറയുന്നതും വർണ്ണം എന്ന് പറയുന്നതും. 4 ജന്മരീതികളില്ലെങ്കിൽ ജാതിയില്ല, വർണ്ണമില്ല. ഒരു ജന്മരീതി ഉണ്ടെങ്കിൽ 4 ജാതിയില്ല, 4 വർണ്ണങ്ങളും ഇല്ല. വർണ്ണം ഇല്ലെങ്കിൽ ഗുണകർമ്മ വിഭാഗശഃ ഇല്ല, പുനർജന്മമില്ല. അപ്പം ഈ 3 വാക്കുകളിലൂടെ ഈ ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കുകയാണ് നാരായണ ഗുരു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിന്ദു ഇല്ല എന്ന് പറയുന്നു, ജാതി ഇല്ല എന്ന് പറയുന്നു. ഒരു ബാക്കി വരുന്നത് ആരുടെ പ്രാതിനിധ്യം? സെൻസസിൽ ആരെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ആരുടെ പ്രാതിനിധ്യം? ബാക്കി വരുന്നത് സമുദായമാണ്. സമുദായം എന്നുള്ള വാക്ക് സമ ഉദയം. ഒരേ ഒരു ഇപ്പം ഇതൊരു കമ്മ്യൂണിറ്റിയാണ് അല്ലേ? ഒരേ ഉദ്ദേശ്യം, ഒരേ സങ്കല്പം, ഒരേ മൂല്യങ്ങളിൽ നിന്നും ഉദിക്കുന്ന ഒരു കൂട്ടം ആണ് സമുദായം. നമ്മളെല്ലാവരും പല സമുദായങ്ങളുടെ അംഗങ്ങളാണ്. പ്രൊഫഷണൽ സമുദായങ്ങൾ കാണാം, റെസിഡൻഷ്യൽ സമുദായങ്ങൾ കാണാം, ഇല്ലേ, അലുമിനി സമുദായങ്ങൾ കാണാം. എത്രയോ സമുദായങ്ങളുടെ ഭാഗങ്ങളാണ് നമ്മൾ. ഒരു സമുദായത്തിൽ മാത്രം എത്രയോ സമുദായങ്ങളുണ്ട്. ഡോക്ടർ അംബേദ്കർ പറയുന്നതും ഗുരു പറയുന്നതും ഒന്ന് തന്നെയാണ്. പ്രാതിനിധ്യം കൊടുക്കേണ്ടത് ഈ സമുദായങ്ങൾക്കാണ്, എല്ലാ സമുദായങ്ങൾക്കും. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സമുദായങ്ങൾ ഉണ്ടാക്കേണ്ടത് സർക്കാരല്ല, പവർഫുൾ ഡോമിനന്റ് ജാതികളല്ല. ജനങ്ങൾ സമുദായങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് റെക്കഗ്നിഷൻ വേണമെന്ന് പറഞ്ഞാൽ ആ റെക്കഗ്നിഷൻ കൊടുക്കണം, അവർക്ക് പ്രാതിനിധ്യം കൊടുക്കണം, ആനുപാതികമായി മതിയായ പ്രാതിനിധ്യം കൊടുക്കണം. വളരെ വളരെ കൊച്ചു കമ്മ്യൂണിറ്റീസ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കമ്പൈൻ ചെയ്യേണ്ടി വരും. അതൊക്കെ മോഡാലിറ്റീസാണ്. അപ്പോൾ സാമുദായിക പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ. ഡോക്ടർ അംബേദ്കർ പറയുന്നു ഓൾ കമ്മ്യൂണിറ്റീസ്. ഗുരു ക്ലാരിഫൈ ചെയ്യുന്നു, കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഹിന്ദു അല്ല, കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ജാതി അല്ല, കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ സമുദായമാണ്. ആ സമുദായത്തിനെ സെൻസസിൽ നിന്ന് ഒഴിവാക്കി ഹിന്ദു എന്നൊരു മതമേ ഇല്ല എന്നുള്ള ഹിന്ദുവിനെ സെൻസസിൽ ഉൾപ്പെടുത്തി ഈ ജനാധിപത്യത്തിൻ്റെ ഫൗണ്ടേഷനായി നിൽക്കേണ്ട സമുദായങ്ങളെ ഇല്ലാതാക്കാൻ ഒരു വലിയ ശ്രമം നടക്കുന്നു. അപ്പം നമുക്ക് വേണ്ടത്, ഇത് വെച്ച് ഞാൻ അവസാനിക്കാം, ഞാൻ ഈ പറഞ്ഞ 3 പോയിന്റ്സും ഞാൻ സമപ്പ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. പക്ഷേ ഇത് നമുക്ക് വേണ്ടത് എല്ലാ സമുദായങ്ങളെയും സ്ട്രെങ്തൻ ചെയ്യണം.
ഇത് ഡോക്ടർ അംബേദ്കർ ആർട്ടിക്കിൾ 38(2) കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട്. സമത്വം വ്യക്തികൾ തമ്മിൽ മാത്രമല്ല, ഇക്വാളിറ്റി നോട്ട് ഓൺലി എമംഗ്സ്റ്റ് ഇൻഡിവിജ്വൽസ് ബട്ട് ഓൾസോ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. സമുദായങ്ങൾ, സോഷ്യൽ ഗ്രൂപ്പ്, സമുദായങ്ങൾ തമ്മിൽ സമത്വം വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം അയ്യരും അയ്യങ്കാരും എല്ലാം സ്ട്രോങ് കമ്മ്യൂണിറ്റീസാണ്, അതിൽ പ്രശ്നമില്ല, അവർ സ്ട്രോങ് ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ പുലയ, പറയ, ഈഴവ, വിശ്വകർമ്മ, ഈ കമ്മ്യൂണിറ്റീസ് ഈക്വലി സ്ട്രോങ് ആയിരിക്കണം. എന്തുകൊണ്ടായിക്കൂടാ? ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത സ്ട്രാറ്റജി. അപ്പം ആദ്യം വേണ്ടത് നമ്മളുടെ 93 വർഷമായി നടക്കുന്ന ഈ അവഗണന അവസാനിപ്പിക്കണം. നമ്മളുടെ സ്ഥിതിവിശേഷം എന്താണ് നമുക്ക് അറിയണം, സത്യം അറിയണം. അവിടെ നിന്നേ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യുന്ന സ്ട്രാറ്റജി തുടങ്ങാനൊക്കെ ഉള്ളൂ. അതില്ലാതെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യുന്ന സ്ട്രാറ്റജി ഒരിക്കലും ഇഫക്റ്റീവ് ആവില്ല. അപ്പം നമ്മുടെ സർവൈവലിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് എല്ലാ സമുദായങ്ങളുടെയും കണക്ക് എടുക്കണം. അത് സാമ്പിൾ സർവേയിൽ കൂടെ പോരാ. അപ്പോൾ വലിയൊരു ടേണിംഗ് പോയിന്റ് വന്നത് ഇപ്പോൾ ആദ്യം ഇതിനെക്കുറിച്ച് അത്ര പോസിറ്റീവായിട്ട് സംസാരിച്ചില്ലെങ്കിലും SNDP ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് സെൻസസ് നടത്തണം. 93 വർഷമായി സെൻസസ് നടന്നിട്ടില്ല എന്നും ഈഴവാത്തി ബില്ലവ സമുദായങ്ങളുടെ ഉന്മനത്തിന് വേണ്ടി ഉണ്ടാക്കിയ SNDPക്ക് ഈഴവർ എത്രയുണ്ടെന്ന് അറിയില്ല, എന്താണ് അവരുടെ സ്ഥിതി എന്ന് അറിയില്ല, അവരെങ്ങനെ ഫങ്ഷൻ ചെയ്യും. അപ്പോൾ അത് നടത്തണം എന്ന് അവർ ഡിമാൻഡ് ചെയ്തു. കേരള കൗമുദി എഡിറ്റോറിയൽ എഴുതി. കേരള കൗമുദി പത്രാധിപർ ചീഫ് മിനിസ്റ്റർ ദീപു രവി ചീഫ് മിനിസ്റ്ററുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചു, ഡിമാൻഡ് ചെയ്തു. വളരെ ചരിത്രപരമായിട്ടുള്ളൊരു പ്രസംഗമായിരുന്നു. അപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിട്ട് ഡിമാൻഡ് ചെയ്യണം, സെൻസസ് വേണം. ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റി പുന്നല ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ KPMS വളരെ ശക്തമായി ഡിമാൻഡ് ചെയ്യുന്നു, സെൻസസ് വേണമെന്ന്. അവർ സെൻസസിലുണ്ട് എങ്കിലും അവർ ഡിമാൻഡ് ചെയ്യുന്നു. ഈ സാമൂഹിക നീതിക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. സാമൂഹിക നീതി വേണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് പ്രാതിനിധ്യ ജനാധിപത്യമാണ്. സാമൂഹ്യ നീതി അതാണ് സാമൂഹ്യ നീതിയുടെ തുടക്കം പ്രാതിനിധ്യ ജനാധിപത്യത്തിലാണ്. അതില്ലാതെ ബാക്കിയുള്ള ഓളിഗാർക്കി തരുന്ന സാമൂഹിക നീതി നമുക്ക് വേണ്ട. നമുക്ക് ആദ്യം വേണ്ടത് പ്രാതിനിധ്യ ജനാധിപത്യമാണ്. അപ്പം അതിനു വേണ്ടിയാണ് ഈ KPMSഉം ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയും പോരാടുന്നത്. സെൻസസിൽ ഓൾറെഡി ഉൾപ്പെടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ ശക്തമായി ഡിമാൻഡ് ചെയ്യുന്നു. അവരും സെൻസസിൽ ഉൾപ്പെട്ടു, പക്ഷെ അവരും ഇത് ഡിമാൻഡ് ചെയ്യുന്നത് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയാണ്. ബാക്കി കമ്മ്യൂണിറ്റീസ് എല്ലാവരും, വിശ്വകർമ്മ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ, തീർച്ചയായിട്ടും ഞങ്ങളെ 93 വർഷമായി ഞങ്ങളെ അവഗണിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കണക്കെടുക്കുന്നില്ല. ഇത് അവസാനിക്കണം. ഇനി ഉടനടി ഞങ്ങളുടെ സെൻസസ് നടത്തണം. ഞങ്ങൾക്ക് അറിയണം ഞങ്ങളുടെ സ്ഥിതി എന്താണെന്നുള്ള ശക്തമായിട്ടുള്ള ഡിമാൻഡ് എല്ലാ കമ്മ്യൂണിറ്റീസിൽ നിന്നുണ്ടാകണം. എന്നിട്ട് ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റീസിൻ്റെ സെൻസസ് നടത്തണം എന്നുള്ള ഒരു ഡിമാൻഡ് നമ്മൾ മുന്നോട്ട് വെക്കണം. ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ നേരം സംസാരിച്ചു, ക്ഷമിക്കണം. പക്ഷേ ഇത് വളരെ നല്ലൊരു ഓഡിയൻസാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്രയും ഡീറ്റെയിലായിട്ട് സംസാരിക്കാൻ. വളരെ നന്ദി.